എന്നിട്ട് അവർ ചോദിക്കുന്നത് എന്താണെന്നറിയും, ഞങ്ങൾ നോമ്പ് നോക്കുന്നത് നീ നോക്കാതിരിക്കുന്നത്? എടാ, പാപത്തിലും ലംഘനത്തിലും കിടന്നിട്ട് നീ തട്ടിട്ട് 41 ദിവസം തുള്ളിയാലും ദൈവം നിന്നെ നോക്കുകയില്ല. പലരും ആത്മീയ തലത്തിൽ മടുത്തു പോകാനുള്ള കാര്യം എന്താണെന്നറിയാമോ? ജീവിതത്തിൽ പരിഹരിക്കേണ്ടുന്ന പാപങ്ങളെ പരിഹരിക്കാതെ, സ്തോത്രം, ആത്മീയത കളിച്ച് ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ പൊടിച്ചു. പക്ഷേ പരിഹരിക്കേണ്ടത് പരിഹരിക്കാതിരുന്നതിനാൽ ദൈവം പ്രവർത്തിച്ചില്ല. 21 ആദ്യം ഇരുന്നു, രണ്ടാമതിരുന്നു, മൂന്നാമതിരുന്നു, ഒന്നും നടന്നില്ല. ഒടുവിൽ പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇതൊക്കെ വെറുതെ ഉപവസിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നും. ഇപ്പം 6 വർഷമായി ഉപവസിച്ചിട്ട് ചുമ്മാ വന്നിരിക്കുക. രക്തം ജയം, സ്തോത്രം. ഇരിക്കുന്ന ഇരിപ്പ് കണ്ട കരിങ്കല്ലിന് കാറ്റ് പിടിച്ചതുപോലെയാ. പ്രസംഗം കേട്ടാലും അനങ്ങുകയില്ല, നല്ല വചനം കേട്ടാലും അനങ്ങുകയില്ല, പ്രവചനം കേട്ടാലും അനങ്ങുകയില്ല. കാരണം പലതും കേട്ട് ഒത്തിരി അനങ്ങിയിട്ടൊന്നും കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ചുമ്മാ, ഇനിയും വലിയ തുള്ളിയിട്ടൊന്നും കാര്യമില്ലെന്ന ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ട് വന്ന് കുത്തിപ്പിടിച്ചിരിക്കുക. ഹലോ, എന്തുകൊണ്ട് ദൈവം കേട്ടില്ല? എന്തുകൊണ്ട് ദൈവം നോക്കിയില്ല? എന്തുകൊണ്ട് ദൈവം അറിഞ്ഞില്ല? നീതിയുള്ള വെപ്പുകളെ ദൈവത്തോട് ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? നീ കിടന്നത് ലംഘനത്തിലും പാപത്തിലുമാണ്. ഇത് മുഖത്തിന് നേരെ വിരൽ ചൂണ്ടി പറയുന്ന അഭിഷക്തന്മാർ സഭയ്ക്ക് അനഭിമതരായി. ഈ ദൂത് പറയുന്നവർക്ക് സ്ഥാനമില്ലാതായി. സഭയ്ക്ക് വേണ്ടുന്നത് അച്ചായന്റെ പോക്കറ്റിൽ കിടക്കുന്ന പണം ചോർത്താൻ അറിയാവുന്ന ട്രിക്കുകൾ അറിയാവുന്നവരെയാണ്. ഇതിന്റെ ലക്ഷ്യം എന്താ? എവിടെ ചെന്ന് കയറും? എനിക്ക് നിങ്ങളോട് ആരോടും പൂർവ്വവൈരാഗ്യമില്ല. അമേൻ. പ്രത്യേക മമതയില്ല. കർത്താവ് എന്നെ വിളിച്ച് ഇത് പ്രസംഗിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഈ പ്രസംഗിക്കുന്ന തെറ്റാണെങ്കിൽ നിങ്ങൾ പറ. ഞാൻ എക്സ്ട്രീം ഹോളിനെസ് പറയുകയല്ല. പാസ്റ്റർ, ഇതല്ലാതെ ഇതിൽ കൂടുതൽ ഇതിനകത്ത് നിന്ന് വേറെ വല്ലതും പറയാനുണ്ടോ? ഇതല്ലേ ഇതിന്റെ മീനിങ്? അച്ഛാ, ഉള്ള കാര്യം പറ. ഇത് പറഞ്ഞാൽ ആരും തുള്ളത്തില്ല. ഹലോ, പറ്റിയാലൊന്ന് തള്ളത്തേ ഉള്ളൂ. പിന്നെ തുള്ളാതെ ഈ തള്ളല് കൊള്ളുന്നത് മാത്രം എന്തിനാ പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെങ്ങാനും ചെല്ലുമ്പോൾ വല്ലതും കിട്ടുമല്ലോ എന്ന് ഓർത്താ. ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പൊ കുഴപ്പങ്ങളൊന്നും പറയല്ലേ, അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ പറ. കുഴപ്പമെല്ലാം പിശാചിന്ന് വരുന്ന നമ്മളൊക്കെ പരമഭക്തന്മാരാ. വല്ല അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ വരട്ടെ. അപ്പൊ എവിടെ കിടക്കുന്നേ? ലോകത്തിന്റെ കാലഗതി. ഇനി ഞാൻ ചോദിക്കട്ടെ, ലോകത്തിന്റെ കാലഗതിക്കകത്ത് ഒരുവൻ പോകുമ്പോ ലോകത്തിന്റെ ദൈവം ആരാ? അല്ലേ? അങ്ങനെയാണ് ലോകത്തിന്റെ കാലഗതിക്കകത്തോട്ട് ഒരുത്തനെ തള്ളിവിടുന്ന ഫോഴ്സ് എന്താ? അല്ലേ? അപ്പൊ ലോകത്തിന്റെ ആത്മാവ് എന്ന് പറയുമ്പോ ലോകത്തിന്റെ ട്രെൻഡിനകത്തേക്ക് എന്നെ തള്ളിവിടുന്ന പിശാചെന്ന ബാക്ക് ഫോഴ്സ്. ഈ ഭ്രമത്തിന്റെ അകത്തൊരുത്തൻ ചെന്ന് കയറിയാൽ അവൻ രക്ഷപ്പെട്ടു. അപ്പൊ അവൻ നോക്കുന്നത് ഫോട്ടോ നിൽക്കുന്നു, ഫ്ലെക്സ് കാണുന്നു, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇന്ന് അവിടെ ആണ്, നാളെ അവിടെ, ഇങ്ങനെ ഒത്തിരി. അപ്പൊ അവൻ കാണുന്നത് ഈ ശുശ്രൂഷയുടെ ഒരു നന്മയുണ്ടല്ലോ, അത് അവൻ കാണുന്നു. ഹലോ, അവന്റെ പാസ്റ്റർ പോകുന്നു വരുന്നു, അത് അവൻ കാണുന്നു. പലരും ഈ മിനിസ്ട്രിയുടെ ഒരു എന്താ പറയുന്നത്, അതിന്റെ ഒരു ഗ്ലാമർ ലെവലാ കാണുന്നത്. ഇതിനകത്തെ പെയിൻ കാണുന്നില്ല. ജീസസ്. ഈ പൗലോസൊക്കെ പറയുന്ന കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന ഒരു ഭാഗം, മരണവിധിയിൽ ഒടുക്കത്തവരെ പോലെ ഞങ്ങളായി. എങ്ങനാ മരണവിധി എന്ന് പറഞ്ഞാൽ അതിന്റെ സമ്മർദ്ദം എന്നാന്നറിയാച്ചാ, 3 പേരെ ഒന്നിച്ച് തല വെട്ടാൻ ഇരുത്തിയിരിക്കുക. ഇടത്തുള്ളവന്റെ തല വെട്ടി,
വലത്തുള്ളവൻ്റെ തലയും വെട്ടി. തല വെട്ടുന്ന ആ വെട്ടു വീഴുന്ന ശബ്ദവും, തല തെറിച്ച് തറയിൽ വീഴുന്ന ശബ്ദവും, രക്തം ചീറ്റി തറയിൽ പതിക്കുന്ന ശബ്ദവും നടുക്ക് ഇരിക്കുന്നവൻ കേട്ടോണ്ടിരിക്കുക. അപ്പൊ അവന്റെ ഹൃദയത്തിനകത്തൂടെ പോകുന്ന ആ ഒരു 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 ടെൻഷൻ എന്തുമായിരിക്കും? ഇതാ പൗലോസ് പറഞ്ഞത്. മിനിസ്ട്രിക്കകത്ത് ഞങ്ങൾ അനുഭവിച്ച എന്തുവാ? മരണവിധിക്കകത്ത് ഒടുക്കത്തവരെ പോലെ ആദ്യം കൊല്ലുന്നത് കണ്ടുകൊണ്ടിരിക്കുക. ഇതെല്ലാം കണ്ട് അതിന്റെ ഏറ്റവും ഒടുവിൽ നിൽക്കുന്ന ഒരുവൻ ഇതെല്ലാം കണ്ട് ഭീതിപ്പെട്ട് പ്രതികരിക്കാൻ കഴിയത്തില്ല, ഓടാൻ കഴിയത്തില്ല, ഒന്ന് കരയാൻ കഴിയത്തില്ല. സ്തോത്രം. അടുത്ത ഊഴം അവൻ്റെതാ. ഇതുപോലെ ഒരു പെയിനാണ് പൗലോസ് മിനിസ്ട്രിക്കകത്ത് അനുഭവിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നു, പ്രയോജനപ്പെടുന്ന അഭിഷക്തന്മാരുടെ എല്ലാം ജീവിതത്തിന്റെ അകത്ത് ഇങ്ങനെ ഒരു മാനസിക സമ്മർദ്ദം ഉണ്ട്. എല്ലാവർക്കും വേദികൾ അറിയാവും. ഞാൻ പറയുന്നത് ഇതുപോലെ, സ്തോത്രം, ഇതിന്റെ ബാക്കിൽ ഒരു പെയിൻ ഉള്ളതുപോലെ ഈ ലോകത്തിന്റെ ഭ്രമത്തിന്റെ അകത്തേക്ക് ഒരുവനെ തള്ളുന്ന, സ്തോത്രം, ആ ഫോഴ്സിന്റെ പിന്നിൽ നിൽക്കുന്ന ഒരു സ്വാധീനമുണ്ട്. അത് പിശാചാണ്. ഇതിനെ രണ്ടിനെയും കൂടെ, ലോകത്തിന്റെ ട്രെൻഡിന്റെ അകത്തേക്ക് ഒരുവനെ ഫോഴ്സ് ചെയ്യുന്ന ദുരാത്മ മേഖലയും കണ്ടിട്ട് അതിനെ രണ്ടിനെയും കൂടെ ഒന്നിച്ചു ചേർത്ത് പൗലോസ് വിളിക്കുന്ന പേരാ ലോകത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. നാം പ്രാപിച്ചത് ഏതല്ല? ലോകത്തിന്റെ ആത്മാവല്ല. പിന്നെ ഏത് ആത്മാവിനെയാണ് നമ്മൾ പ്രാപിച്ചേ? ദൈവത്തിന്റെ ആത്മാവിനെയാ പ്രാപിച്ചത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഒരാവശ്യമല്ല, ദൈവത്തിന്റെ ആത്മാവ് ഒരത്യാവശ്യമാണ്. ഭക്ഷണം എനിക്കൊരാവശ്യമല്ല. ഭക്ഷണമില്ലാതെയും 10-40 ദിവസം എനിക്ക് ജീവിക്കാം. പക്ഷേ വായു എനിക്ക് ആവശ്യമല്ല, അത്യാവശ്യം. ഭക്ഷണം ഇല്ലാതെ 40 ദിവസം കഴിക്കുന്ന ഞാൻ വായുവില്ലാതെ 2 മിനിറ്റ് നിൽക്കത്തില്ല. ഇതുപോലെ ആത്മാവ് എനിക്കൊരാവശ്യമല്ല, ആത്മാവ് എനിക്ക് അത്യാവശ്യമാണ്. ഞാനേ ബ്രദറൻ സെമിനാരിയിലാണ് പഠിച്ചത്. ചിലരുടെ നോട്ടം കണ്ടിട്ട് അത് കേട്ടപ്പോഴേ മനസ്സിലായി. ഞാൻ ബ്രദറൻ സെമിനാരി പഠിച്ചു. ഈ ബ്രദറുകാരുടെ സെമിനാരി ഞാൻ പഠിച്ചപ്പം ബ്രദറുകാരുടെ കൂട്ടത്തിൽ ഞാൻ ഒരൊറ്റ പെന്തക്കോസുകാരനെ കണ്ടിട്ടില്ല. പക്ഷേ 99 അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് പെന്തക്കോസിൽ ഉപദേശിയായപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ബ്രദറുകാരുടെ കൂട്ടത്തിൽ ഒറ്റ പെന്തക്കോസുകാരില്ലേലും പെന്തക്കോസുകാരൻ്റെ കൂട്ടത്തിൽ ഒത്തിരി ബ്രദറുകാരുണ്ട്. അയ്യോ, വന്നിരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ടില്ലയോ? എന്നാ ഇരിപ്പാന്നറിയോ? ഇനിയും പുൾപ്പിറ്റ് തല്ലി പൊട്ടിച്ചാലും അമ്മേ, സ്തോത്രം, അങ്ങനെയാണല്ലേ ആരാധന നോക്കുമ്പോൾ പുൾപ്പിറ്റയിലാണല്ലേ, അടിയല്ല. ഇന്നത്തെ അടിയല്ല, എന്നും ഞാൻ കണ്ടിട്ടുണ്ട് ഈ അടി. ഇവിടെ വന്നപ്പോഴല്ല ഈ അടി കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നും ചിന്തിച്ചപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ട്രെൻഡാ. ഏതാ? ഈ പുൾപ്പിറ്റയിലെ അടി. സ്തോത്രം. അപ്പൊ ഇതിങ്ങനെ അടിച്ചടിച്ചടിച്ച് ഇതിങ്ങ് വർഷിപ്പങ്ങ് കേറി വരുമ്പോഴും, ഹലോ, ചിലര് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? ഇനി അവരുടെ പിടി അങ്ങ് വിട്ടുപോയാൽ അവർ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? പെന്തക്കോസിലെ ബ്രദറുകാരനാ. ബ്രദറുകാരെ പെന്തക്കോസിൽ കൊണ്ടുവന്നിട്ട് കത്തിക്കാം. പെന്തക്കോസിലെ ബ്രദറുകാരനെ ഇവിടെ ഇട്ട് കത്തിക്കാനാ? എൻ്റെ ഭാഷയെ പറഞ്ഞാൽ വല്ല ടയറും എല്ലാം കൂട്ടിയിട്ട് കത്തിക്കുക, അല്ലാതെ ഇപ്പം എന്തോ ചെയ്യാനാ? ഗ്ലോറി. ആത്മാവ് ആവശ്യമല്ല, ആത്മാവ് അത്യാവശ്യമാ. അതന്നെ അങ്ങനെ പറഞ്ഞേ. എടാ, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. വായിര റോമർ 8:9. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അടുത്തത് എങ്ങനെ?
എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ. അപ്പൊ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലെങ്കിൽ ആരല്ല? ക്രിസ്തുവിനുള്ളവൻ. അയ്യോ, ക്ലീൻ ഷേവ് ചെയ്തിട്ടുണ്ടെന്ന്, മാലയും കമ്പിൽ ഊരി, അതും ശരിയാ. പിന്നെ ഞായറാഴ്ചയാണ് വെള്ള ഇടൂ. ഹലോ, എൻ്റെ കാര്യമാണ് പറഞ്ഞ്. ഞായറാഴ്ചയാണ് ഈ വെള്ളയല്ല വിടുന്നത്. എല്ലാം ഉണ്ട്, സംഭവം എല്ലാം സെറ്റപ്പാ. പക്ഷേ അകത്ത് ക്രിസ്തുവിൻ്റെ ആത്മാവില്ല. ഇതെല്ലാം ഉണ്ടായിട്ടും അകത്ത് ക്രിസ്തുവിൻ്റെ ആത്മാവില്ലെങ്കിൽ ബാക്കി നിങ്ങൾ പറ. ക്രിസ്തുവിനുള്ളവൻ മറ്റു പലർക്കും ഉള്ളവനായിരിക്കും, പക്ഷെ ക്രിസ്തുവിനുള്ളവൻ അല്ല. അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു. ഇതിനൊന്നും വ്യാഖ്യാനമൊന്നും വേണ്ട. ഗ്ലോറി. അപ്പൊ ക്രിസ്തുവിൻ്റെതാകണമെങ്കിൽ അവന്റെ ആത്മാവ് വേണം. ഇനി ഇതിങ്ങനെ 4 അന്യഭാഷയൊക്കെ പറഞ്ഞ് പാസ്റ്ററൊക്കെ കളിപ്പിച്ച് അങ്ങ് പോവാ, അങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ ഉണ്ടെന്ന്. 21 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ ആത്മനിറവ് പ്രാപിക്കാൻ വേണ്ടി ഇരുന്നേ. 19ാമത്തെ ദിവസം വലത്തിരുന്ന് അമ്മാമയും പ്രാപിച്ചു, 20ാമത്തെ ദിവസം ഇടത്തിരുന്ന് അമ്മാമയും പ്രാപിച്ചു. പക്ഷെ 21 നടുക്കിരുന്ന അമ്മാമയ്ക്ക് കിട്ടിയില്ല. അപ്പൊ അമ്മാമ എന്ത് ചെയ്തെന്നറിയോ? വലത്തിരുന്ന അമ്മാമയുടെ 2 ഭാഷയും ഇടത്തിരുന്ന അമ്മാമയുടെ 2 ഭാഷയും കൂടെ എടുത്ത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഈ നടുക്കിരുന്ന അമ്മാമ 4 ആക്കിയിട്ട് ഒരടി അങ്ങ് അടിച്ചു. ഒക്കെ കൊള്ളാം. എന്നോട് പിണങ്ങൊന്നും ചെയ്യില്ല, ഞാനീ ഉള്ളതാ പറയുന്നത്. കാത്തിരിപ്പ് കൂട്ടം ഒരു ഉദാഹരണം പറയണേ, ഒന്നും തോന്നല്ലേ. കാത്തിരിപ്പ് കൂട്ടത്തിന് ഇങ്ങോട്ട് വന്നിട്ട് പ്രവാചകൻ തലയിലോട്ട് കൈ വെച്ച് സ്വത്രം പറ. അപ്പൊ സ്വത്രം പറയും, സ്വത്രം സ്വത്രം, കൈ ഇങ്ങനെ വിറച്ച് നിൽക്കും. സ്വത്രം സ്വത്രം, വീണ്ടും സ്വത്രം പറ, സ്വത്രം സ്വത്രം, വേഗത്തിൽ പറ, സ്വത്രം സ്വത്രം സ്വത്രം, വേഗത്തിൽ പറ, സ്വത്രം സ്വത്രം സ്വത്രം, വേഗത്തിൽ പറ, സ്വത്രം സ്വത്രം. എടാ, സ്വത്രം പറഞ്ഞ് നാക്കു കുഴയുമ്പോ ഉത്തുത്തുത്തു പറയുന്നതാണോ അന്യഭാഷ? ആർക്കും പിടിയിട്ടില്ല. കാത്തിരിപ്പ് വിദഗ്ധം വന്ന് തലയിൽ കൈയിട്ട് വിറപ്പിച്ചിട്ട് സ്വത്രം വേഗത്തിൽ പറഞ്ഞ് അത് വേഗത്തിൽ പറഞ്ഞ് വീണ്ടും വേഗത്തിൽ പറഞ്ഞ് നാക്കു കൊഴിഞ്ഞു വരുമ്പോ അച്ചായൻ ഉത്തുത്തുത്തുത്തു പറയുന്നതാണോ അന്യഭാഷ? ഓ ജീസസ്. എടാ, അന്യഭാഷ ആത്മാവ് തരുന്നതാ, അല്ലാതെ ചവിട്ടി കഴിപ്പിക്കുന്ന ഒന്നുമല്ല. അന്യഭാഷ ആത്മാവ് തരുന്നതാ. ചില പുള്ളികൾ പറയുന്നത് എടാ എന്തിനാടാ ഇങ്ങനെ കലവില എന്ന് പറയുന്നത്? വല്ല മനസ്സിലാകുന്ന ഭാഷ പറ. അച്ഛാ, അന്യഭാഷയുടെ പറയുന്നത് അന്യഭാഷയാണെങ്കിൽ മനസ്സിലാകരുത്. അതാ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ. അടുത്തത് പറ. ആരും തിരിച്ചറിയുമെന്നാണോ? തിരിച്ചറിയുന്നില്ലല്ലോ. അപ്പൊ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്ന ആരും തിരിച്ചറിയുന്നില്ലല്ലോ. പറയുന്നത് അന്യഭാഷയാണെങ്കിൽ ഒരുത്തനും തിരിച്ചറിയാൻ പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? കാരണം ഇത് നമ്മൾ അറിയേണ്ട കാര്യമല്ല, ഇത് കർത്താവുമായിട്ടുള്ള ഇടപാടാ. അതുകൊണ്ട് ഇവിടെ ഒരുത്തനും അറിയണ്ട. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നവൻ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ. എന്നാൽ അപൂർവം ചില സന്ദർഭങ്ങളിൽ, സ്തോത്രം, ഭാഷ വ്യാഖ്യാനിക്കാൻ വ്യാഖ്യാനത്തിൻ്റെ ആത്മാവിനെ ദൈവം നൽകും. അത് ചില പ്രത്യേക സന്ദർഭങ്ങളിലാണ്. ചിലർ പറയുന്ന അന്യഭാഷകൾ ജനം അറിയണമെന്ന ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുമ്പോൾ ആ ഭാഷ വ്യാഖ്യാനിക്കാൻ ഒരുവനെ ഒരു പ്രത്യേക നിയോഗവുമായി ദൈവം എഴുന്നേൽപ്പിക്കും. അത് തുടർമാനം ആവർത്തിക്കപ്പെടണമെന്നും അതൊരു ശുശ്രൂഷയായി വെളിപ്പെടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ആമേൻ. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം അന്യഭാഷ വ്യാഖ്യാനിച്ചവർ കാണാം. അത് ആ സമയത്തേക്ക് ആ പർട്ടിക്കുലർ ഏരിയയ്ക്ക് വേണ്ടി ദൈവം നൽകിയ ഒരു നിറവും മാത്രമാണ്. ആമേൻ. അപ്പൊ ക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ളിലുണ്ട് എന്ന് പറയുമ്പോൾ അന്യഭാഷാ ഭാഷണമായിട്ട് നേരിട്ട് അതിനെ കൂട്ടിക്കെട്ടരുത്. ഞാൻ പറയുന്നത്, ഒരുവന്റെ അകത്ത് ആത്മനിറവുണ്ടെങ്കിൽ ആത്മനിറവിന്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളമാണ് അന്യഭാഷാ ഭാഷണം. അകത്ത് ആത്മാവിന്റെ നിറവുണ്ടായിട്ടുണ്ടെങ്കിൽ പുറത്ത് ഭാഷ അതിന്റെ അടയാളമായി ഒഴുകിയിരിക്കും. പിടികിട്ടുന്നവർക്കായി സ്തോത്രം. അപ്പൊ ആത്മാവിനെ പ്രാപിക്കാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. പ്രത്യേകിച്ച് വയ്ക്കാനൊന്നും വേണ്ട, അതുകൊണ്ട് ഇനിയും കൂടുതൽ കാര്യങ്ങൾ അവിടെ ഒന്നും പറയുന്നില്ല. 2, ഇതൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകാം കേട്ടോ.
മരിച്ചു കഴിഞ്ഞ് മൂക്കി പഞ്ഞിയൊക്കെ വെച്ച് താടിയൊക്കെ കൂട്ടിക്കെട്ടി വെള്ളത്തുണിക്കകത്തൊക്കെ പൊതിഞ്ഞ് സ്വർഗ്ഗപ്പെട്ടിക്കകത്തൊക്കെ കിടത്തി 40,000 രൂപയെ സ്വർഗ്ഗപ്പെട്ടിക്ക്. ഇതിനകത്തൊക്കെ കിടത്തി കൊണ്ട കുഴിയിൽ വെക്കത്തില്ലേ? സ്തോത്രം. അത് കഴിഞ്ഞ് കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഒരു ഉയർപ്പുണ്ടാകണമെങ്കിൽ അകത്ത് ആത്മാവ് വേണം. പാസ്റ്ററെ അങ്ങനെ ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? അങ്ങനെ എഴുതിയിട്ടുണ്ട്. എവിടെ? വായിച്ചു നോക്കാം. റോമർ 8:11. വേഗം വായിച്ചോ. എങ്കിൽ അവിടെ ശ്രദ്ധിക്കണം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തിയ ശരീരങ്ങളെയും സ്തോത്രം, നമ്മുടെ മർത്തിയ ശരീരങ്ങളിൽ പിന്നത്തേതിലൊരു ജീവൻ വ്യാപരിക്കണമെങ്കിൽ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നീക്കൽ നടക്കുന്ന മാമാങ്കമല്ല PMG സഭയുടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. PMG ചർച്ചിന്റെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ആത്മനിറവ് പ്രാപിക്കാത്തവന് ആത്മനിറവിലേക്ക് നയിക്കാൻ വേണ്ടിയാ. ആമേൻ. എടാ ആമേൻ. ഓൾട്ടോയും കൊണ്ട് നടന്നാൽ കുഴപ്പമൊന്നുമില്ല. ഇന്നോവ ഇല്ലെന്നേ ഉള്ളൂ, സാരമില്ല. ഓൾട്ടോയാണേലും കുഴപ്പമൊന്നുമില്ല. ആമേൻ. 2000 സ്ക്വയർ ഫീറ്റ് വീടാണേലും സാരമൊന്നുമില്ല. പാർക്ക 3300 ലക്ഷോറിയസ് വില്ല ഇല്ലെന്നേ ഉള്ളൂ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാ, അകത്ത് ക്രിസ്തുവിന്റെ ആത്മാവില്ലെങ്കിൽ ഉപവാസത്തിന്റെ ലക്ഷ്യം നല്ല ജോലിയും കുഞ്ഞിന്റെ വിവാഹവും ആമേൻ ഇതൊക്കെ നല്ലത് തന്നെയാ. എന്നാൽ ഉപവാസത്തിന്റെ മെയിൻ ടോപ്പിക്ക്, ആത്മനിറവ് പ്രാപിക്കാത്തവരുടെ മെയിൻ ടോപ്പിക്ക് ആത്മനിറവായിരിക്കണം. ആ വാക്ക് ശ്രദ്ധിച്ചേ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട്. ഇനി കാര്യം പറയാം. ഞാൻ മരിച്ചാൽ എൻ്റെ ശരീരം കല്ലറയ്ക്കകത്ത് പോകും. എൻ്റെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറയും. ആമേൻ. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, കൊലോസ്യർ 3:4, നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അങ്ങനെ വെളിപ്പെടുന്ന അളവിൽ കാഹളം ധ്വനിക്കുമ്പോൾ എൻ്റെ ആത്മാവ് അവനിൽ നിന്ന് പുറപ്പെട്ടിട്ട് എൻ്റെ ശരീരം കിടക്കുന്ന കല്ലറയുടെ അകത്ത് വന്ന് കയറി എൻ്റെ ശരീരത്തിൽ വ്യാപരിച്ച് എൻ്റെ ശരീരത്തെയും കൊണ്ട് ഈ ആത്മാവ് തിരികെ പറക്കണമെങ്കിൽ ജീവകാലത്ത് ഞാൻ അവൻ്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കണം. ക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ചു എങ്കിൽ, അങ്ങനല്ല എഴുതിയിരിക്കുന്നത്, എങ്കിൽ 10 മണിയായപ്പോൾ ഞാൻ കൊട്ടാരക്കര നിൽക്കുക. അവിടെ നിന്ന് എനിക്ക് ഇവിടുത്തെ പ്രസംഗിക്കാൻ പറ്റുമോ? പ്രസംഗിക്കണമെങ്കിൽ ഇവിടെ വരണം. ഇതുപോലെ ഒരു ഉയർപ്പ് സംഭവിക്കണോ? അകത്ത് ആത്മാവ് വ്യാപരിക്കണം. തൂണും ചാരിയൊന്നും ഇരിക്കല്ലേ. ആത്മനിറവ് പ്രാപിക്കണം. ആരാധനകൾ സജീവമാകണം. കൂട്ടായ്മകൾ സജീവമാകണം. ആത്മനിറവ് പ്രാപിക്കണം. ഇവിടെയൊക്കെ ഇങ്ങനെ മരിക്കാം. ഞാൻ പറയാം, ഞങ്ങളുടെ ചർച്ചകളിലൊക്കെ പ്രസംഗിക്കാൻ പറയാറുണ്ട്, എടാ ലോക്കൽ പാസ്റ്ററായി ഞാൻ അടക്കിയാലും ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ അടക്കിയാലും ഞങ്ങളുടെ ഓവർസിയർ വന്ന് അടക്കിയാലും ഇതൊന്നും പോരാഞ്ഞിട്ട് അമേരിക്കയിൽ നിന്ന് ജനറൽ ഓവർസിയറിനെ കൊണ്ടുവന്ന് അടക്കിയാലും ആരടക്കിയാലും പെട്ടി പൊട്ടിച്ച് ഉയർക്കണമെങ്കിൽ അകത്ത് ആത്മാവ് വേണം. ഞങ്ങളൊക്കെ കൊണ്ട് അടക്കുമ്പം പേർ വിളിക്കും നേരം കാണും എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളീ കൊണ്ട് അടക്കുന്നേ. അതെന്തിനാ അങ്ങനെ? ആത്മനിറവ് പ്രാപിക്കാതെ കള്ളും കുടിച്ച് വീടിയും വലിച്ച് പെന്തക്കോസിനകത്ത് ഇപ്പൊ അങ്ങനെയുള്ള പുള്ളികളുണ്ട് പാസ്റ്ററെ. ഏത് സഭ എടുത്താലും ഒരു 2 അണ്ണന്മാരേലും കാണും ഈ പരിപാടിയുള്ളത്. ഒന്നും ഇല്ല. അത് വയറുവേദനയെന്നും പറഞ്ഞ് തലവേദന എന്നൊക്കെ പറഞ്ഞ് വെഡിങ് ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കും ന്യൂ ഇയറിനും ഒക്കെ ഒരു ശകലമൊക്കെ. പിന്നെ ടൂറ് പോകുമ്പോഴും എടാ നീ മരുന്നിന് കുടിച്ചാലും വയറുവേദനയ്ക്ക് കുടിച്ചാലും കുടിച്ചോ, നിന്റെ പേര് മദ്യപാനി എന്നാ, നീ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. സ്തോത്രം. ആമേൻ. നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം, എടാ ഇങ്ങനെയുള്ള ഏടാകൂടത്തിനകത്തൊക്കെ ചെന്ന് ചാടുന്നവന് കർത്തൃമേശം എടുത്തിട്ട് ഒരു കുഴപ്പമില്ലല്ലോ. അതിൻ്റെ കാര്യം ഞാൻ പറയും. ഇവിടെ അടുത്തല്ലേ പൂജപ്പുര സെൻട്രൽ ജയിലിൽ തൂക്കാൻ വീഴ്ച പുള്ളികളുണ്ട്. ഹലോ,
സ്വോത്രം. രാവിലെ വൈകിട്ട് അവർക്ക് തല്ലില്ല. കാര്യം എന്നറിയോ? കൊല്ലാനിരിക്കുന്നവന് എന്തിനാ തല്ലുന്നേന്നോർത്താ. മനസ്സിലായവർക്കായി സ്വോത്രം. ദൈവസഭയ്ക്കകത്ത് വന്നിട്ട് മാനസാന്തരപ്പെടാത്ത നിന്നെ കർത്താവ് വെറുതെ വിടാനുള്ള കാര്യം എന്നറിയോ? കൊല്ലാൻ വെച്ചേക്ക, ഇനി എന്തിനാ തല്ലുന്നേന്നോർത്താ. ആർക്ക് പിടികിട്ടാനാ? പാപം ചെയ്തിട്ടും ആരും അറിയാതെ വന്ന് കുനിഞ്ഞിരുന്ന് കർത്തൃമേശ എടുത്തോണ്ട് പോകുന്ന നിന്നെ കർത്താവ് മൈൻഡ് ചെയ്യാതെ വിട്ടേക്കുന്നതിന്റെ കാര്യം പിടികിട്ടിയോ? കൊല്ലാൻ വെച്ചേക്ക, ഇനി തല്ലണ്ടാന്നോർത്താ. എന്റെ കാര്യം പോക്കാച്ച ഇന്ന്. സ്വോത്രം. സത്യം പ്രിയരെ, കർത്താവിന് കാമുകിമാരില്ല കേട്ടോ. കർത്താവിന് മണവാട്ടിയേ ഉള്ളൂ. കാമുകിമാര് പലരാകാം, എങ്ങനെയാകാം, പക്ഷെ മണവാട്ടി ഒന്നേ ഉള്ളൂ. കർത്താവിന് സഭ മണവാട്ടി അല്ലാതെ കാമുകിയല്ല. മണവാട്ടിക്ക് മണവാളൻ പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റി ഉണ്ട്. അതുണ്ടെങ്കിലേ പോകാൻ പറ്റൂ. ഓ, ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഇന്ന് രാത്രിയും കൂടെ ഉണ്ടായിരുന്നു, നമുക്ക് ഇച്ചിരി വിശദമായിട്ട് അങ്ങ് പോകാമായിരുന്നു. ആമേൻ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എവിടെയൊക്കെയോ തൊട്ട് പെട്ടെന്ന് അങ്ങ് പോവുക. അപ്പോ അകത്ത് ആത്മാവ് വേണം. പൗലോസ് പറയുന്നു, നാം പ്രാപിച്ചത് ഏതാത്മാവല്ല, ലോകത്തിന്റെ ആത്മാവിനെ അല്ല, പിന്നെ ദൈവം നമുക്ക് നൽകിയത് അറിവാൻ ദൈവത്തിൽ നിന്നുള്ള ദൈവത്തിന്റെ ആത്മാവിനെയാകുന്നു പ്രാപിച്ചത്. നാം പ്രാപിച്ച ആത്മാവ് ദൈവത്തിന്റെ ആത്മാവാണ്. ഓ, മാമേ, തൂണും ചാരിയൊക്കെ ചുമ്മാ ഇരുന്ന് ഉറങ്ങുന്ന അച്ചായനോട് വീട്ടിൽ ചെന്ന് പറഞ്ഞേക്കണം, ഇനി മേലാൽ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങിയേക്കരുത്, ആത്മനിറവ് പ്രാപിച്ചോണമെന്ന് പറഞ്ഞേക്കണം. കാരണം അവിടെ ചെല്ലുമ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ അച്ചാൻ ആത്മനിറവ് ഉണ്ടാലേ പറ്റത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ആ വചനം ചോദിക്കുന്നത്, മനുഷ്യ നീ ഭാര്യയ്ക്ക്, പൗലോസ് ചോദിക്കുക, നീ നിന്റെ ഭാര്യയ്ക്ക് രക്ഷ വരുത്തുമെന്ന് നിനക്ക് തോന്നുന്നുവോ? സ്തോത്രം. ഭാര്യയ്ക്കും രക്ഷ വരുത്താൻ കഴിയത്തില്ല, ഭർത്താവിനും രക്ഷ വരുത്താൻ കഴിയത്തില്ല. ആമേൻ. സ്തോത്രം. രക്ഷ വരണമെന്നുണ്ടെങ്കിൽ അവനവൻ തീരുമാനിക്കണം. അതിനുള്ള മേളോട്ട് പോകാനുള്ള മാർഗമാണ് അകത്ത് ക്രിസ്തുവിൻ്റെ ആത്മാവ്. നാം പ്രാപിച്ചത് ലോകത്തിൻ്റെ ആത്മാവല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാൻ ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെയാണ്. ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എല്ലാവർക്കും ഒന്നും എല്ലാം അങ്ങോട്ട് മനസ്സിലാകത്തില്ല. ഹലോ, നോട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് മൊത്തം ഇപ്പൊ ദഹിക്കുമെന്നും പറഞ്ഞാണ് ഈ നോക്കുന്നത്. മൊത്തം മനസ്സിലാക്കുന്നുണ്ട് പാസ്റ്ററെ, ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ലെന്നുള്ളത് സത്യം. ഗ്ലോറി. ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ 2 ആഭരണേ ഉള്ളൂ, അവർക്ക് കുറവ്. മനസ്സിലായില്ലല്ലയോ? മൂക്കി 2 പഞ്ഞി, താടിക്കൊരു കെട്ടും, ഇത് രണ്ടും കൂടെ ഉണ്ട്, ബാക്കിയെല്ലാം ഒത്തിരിക്കുക. കാരണം വന്നപ്പം ഒരു ഇരിപ്പിരുന്നതാ, പിന്നെ ഒന്ന് തിരിഞ്ഞിരിക്കാൻ പോലും ചലിച്ചിട്ടില്ല. പ്രസംഗിച്ച് തുടങ്ങിയിട്ടോ ചലിച്ചില്ല, പാട്ട് പാടിയിട്ടോ പ്രാർത്ഥിച്ചപ്പോഴോ ഒട്ടുമില്ല, ഇപ്പോഴോ ഒട്ടും ഉണ്ടായിട്ടില്ല. സ്തോത്രം. ഇനി ഇത് രണ്ടും കൂടെ മതി, ഏതാ? ബാക്കിയെല്ലാം ഒത്തിരിക്കുക. പക്ഷെ നോട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. ഹലോ, ഇങ്ങനെയുള്ളവരെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്, അവരുടെ പേരാ ജഡീകർ. ഹലോ, എല്ലാ കൂട്ടായ്മയ്ക്കും വരും, പക്ഷെ ഒന്നും മനസ്സിലാകുകയില്ല. ഇവർക്ക് മനസ്സിലാകണമെന്ന് വലിയ നിർബന്ധവും ഇല്ല. ഇവരുടെ പേരാണ് ജഡീകർ. ഒരുപാട് നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു വിശ്വാസി അല്പം ദൂരെ നിന്നൊരു ബൈക്കിൽ വരിക. ഞാൻ ചോദിച്ചു, ഇത്രയും ദൂരം തന്നെ വന്നല്ലോ. അപ്പോൾ പുള്ളി എന്നോട് പറയാ, വേറെ ആളും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് വരായിരുന്നു അല്ലയോ. പുള്ളി പറയാം, ഓ ഉപ്പിയാക്കിയിരിക്കുന്ന പോലെ പുറകിലിരുന്ന് പാസ്റ്ററെ, എന്തോ പ്രയോജനം. ഒരു ഉപ്പിയാക്കെടുത്ത് ബൈക്കിന്റെ പുറകെ വെച്ചോണ്ട് പോയാൽ എങ്ങനെ ഇരിക്കും? സ്തോത്രം. വല്ല പ്രതികരണം ഉണ്ടോ? ഇതുപോലെയാ കൂട്ടായ്മയ്ക്കകത്തും ചിലർ വന്ന് ഉപ്പിയാക്ക് പോലെ ഇരിക്കുന്നത്. അത് അവരുടെ കുഴപ്പമല്ല, അവരുടെ സംവിധാനം അങ്ങനെ ആയതുകൊണ്ടാ. ഞാനൊരു കാലത്ത് ചിന്തിച്ചാ സഭയ്ക്കകത്ത് ആത്മീകര് മാത്രമേ ഉള്ളതെന്നാണ് ചിന്തിച്ചേ. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, സഭയ്ക്കകത്ത് ആത്മീകര് മാത്രമല്ല, ജഡീകനും ഉണ്ട്. അപ്പൊ ഞാൻ പിന്നെ
ഞാൻ ജഡീകം മാത്രമേ ഉള്ളെന്നും പറഞ്ഞിരുന്നപ്പോഴാണ് വചനം പിന്നെയും പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എടാ ജഡീകം മാത്രമല്ല സഭയ്ക്കകത്തുള്ള, പ്രാകൃതനും സഭയ്ക്കകത്താ. അപ്പൊ പിന്നെ പുറത്ത് മൊത്തം പ്രാകൃതന്മാര്, സഭയ്ക്കോ കുറച്ച് ആത്മീകർ, കുറച്ച് ജഡീകർ, കുറച്ച് പ്രാകൃതം. അമേൻ. അത് ഞാൻ തെളിയിക്കാം കേട്ടോ. ഞാൻ ചുമ്മാ എന്തായാലും പറഞ്ഞിട്ട് അങ്ങ് പോവല്ല. പറയുന്നതിനൊരു അടിസ്ഥാനം വേണമല്ലോ, അല്ല ചുമ്മാ അങ്ങ് പ്രസംഗിച്ചാൽ മതിയോ? തെളിയിക്കാം. സഭയ്ക്കകത്ത് ആത്മീകനുമുണ്ട്, സഭയ്ക്കകത്ത് ജഡീകനുമുണ്ട്, സഭയ്ക്കകത്ത് പ്രാകൃതനുമുണ്ട്. പാസ്റ്റർ എന്തോ പറച്ചില്ല ഈ പറയുന്നേ. കഴിഞ്ഞ പ്രാവശ്യം വരുന്നത് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. അയ്യോ, ഇപ്പം ഈ പറച്ചില്ല എന്നോ പറച്ചില്ല. ഞാനിത് പറയാൻ കാര്യം എന്നറിയാം. സ്തോത്രം. ഒരു ഉണർവ് പ്രസംഗകനായി അറിയപ്പെടുന്നതായിരുന്നു. സ്തോത്രം. എൻ്റെ ഇഷ്ടം, ഞാൻ അങ്ങനെ തുടങ്ങി. പക്ഷേ നിത്യത എന്നുള്ള ഒരു വെളിപ്പാടിനകത്തോട്ട് പരിശുദ്ധാത്മാവിനെ കയറ്റി വിട്ടപ്പം എനിക്ക് മനസ്സിലായി, പെന്തക്കോസിനകത്ത് ഒത്തിരി ആളുകൾ കൈവിടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആമേൻ. സ്തോത്രം. എടാ, ജനത്തിൻ്റെ പ്രതികരണവും സ്വോത്രകാഴ്ചയുടെ ഗാനവും പ്രശ്നമല്ലാത്ത ആരെങ്കിലും കുറെ പൊട്ടന്മാർ ഇത് പ്രസംഗിക്കാനില്ലെങ്കിൽ എല്ലാവരും പറയും ഞങ്ങൾക്ക് അവിടെ ഒരു ബർത്ത് ഉണ്ടെന്ന്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്കറിയാം, ഒരുപാട് മുന്നറിയിപ്പുകൾ ബൈബിളിനകത്ത് കിടപ്പുണ്ട്. അതെല്ലാം പറയാൻ ഇപ്പോൾ സമയമില്ല, പിന്നീട് ഞാൻ പറയാം. അത്യാവശ്യം ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിന്ന് സംസാരിക്കാൻ നേരമില്ല, ഫോൺ നമ്പർ തരാം, പിന്നെ വിളിച്ചാൽ മതി. ഹല്ലേലൂയ. സ്തോത്രം. മുന്നറിയിപ്പുകളുണ്ട്. അവരെ പോലെ ഒരു സദ്വർത്തമാനം കേട്ടവരാണ് നാമെങ്കിലും. ബാക്കി പറ. അവിടെ അല്ല പാസ്റ്റർ, നാലാം അധ്യായത്തിൽ, എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ അവിടെ ഞാൻ പറയാമേ. 4-ാം വാക്യം വായിച്ചേ. 1-ാം വാക്യം. അവന്റെ സ്വസ്ഥതയിൽ എന്തുവാ നമുക്ക് എന്തോ ശേഷിക്കുന്നു? ഒരു വാഗ്ദത്തം. എങ്ങോട്ടുള്ള വാഗ്ദത്തം? പ്രവേശിക്കാനുള്ള വാഗ്ദത്തം. അടുത്ത എന്തുവാ? ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഭയപ്പെടണം. അപ്പൊ ലഭിക്കാതെ പോകാനുള്ള സാധ്യത ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ ലഭിക്കാതെ പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഭയപ്പെടണം. ദൈവവചനം ഒരു ക്ലീൻ ലൈഫാണ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ക്രിസ്തീയ ജീവിതം കുഴഞ്ഞ ഒരു ജീവിതമല്ല പ്രതീക്ഷിക്കുന്നത്. ക്രിസ്തീയ ജീവിതം ഒരു ക്ലീൻ ലൈഫാണ് പ്രതീക്ഷിക്കുന്നത്. ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്നലെയൊക്കെ ഭയങ്കര ഉണർവായിരുന്നല്ലയോ? ഇന്ന് വെട്ടിക്കീറാൻ ഈ സാധനത്തിന് എവിടെ നിന്നും എടുത്തോണ്ടോ വന്നു എന്നും പറഞ്ഞാൽ ചിലരിയ്ക്കുന്നേ. ഇത് സത്യമാണ് പ്രിയരെ. നിങ്ങൾ നാളുകളിൽ ഭയങ്കര ഉണർവിനകത്തോട്ട് പോകും. ഞാൻ പറയും, 21 ദിവസത്തെ കൂട്ടായ്മയുടെ അകത്ത് വെളിപ്പെടുന്ന ദൈവസാന്നിധ്യം അല്ല വിഷയം. ദൈവസാന്നിധ്യം വെളിപ്പെടാൻ എളുപ്പമാണ്, പക്ഷെ വെളിപ്പെടുന്നവ നിലനിർത്തുന്നതാണ് പ്രശ്നം. പ്രാപിക്കുന്നത് നിലനിർത്തുന്നതാ പ്രശ്നം. അപ്പൊ ലഭിക്കാതിരിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് എന്തുവാ? ഭയപ്പെടണം. ഒരുപാട് വാക്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു വാക്യം പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ ഒത്തിരി വാക്യങ്ങൾ കിടപ്പുണ്ട്. നമുക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ലഭിക്കണമെങ്കിൽ ഭയപ്പെടണം. മൈ ഗാഡ്, ഞാൻ ഭാഗം വിട്ടു. അപ്പം ആത്മീകനും സഭയ്ക്കകത്ത്, ജഡീകനും സഭയ്ക്കകത്ത്, പ്രാകൃതനും. ആത്മീകനെ കുറിച്ച് നമുക്കറിയാം. ജഡീകൻ ആരാ? വായിച്ചേ. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. ആരോടാ? ജഡീകന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പൊ ജഡീകൻ ആരാ? എന്തോ? ജഡീകൻ ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ടിട്ട് 40 വർഷമായി. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത് കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന പ്രായമായി. പക്ഷെ ഇപ്പോഴും
അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ ഉപദേശിച്ചു തരേണ്ടുന്നത് ആവശ്യമായിരിക്കുന്നു. കാരണം ഉപദേഷ്ടാവാകേണ്ടുന്ന പ്രായം തികയേണ്ടുന്ന കാലം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ശിശുവാ. ആത്മീക ജീവിതത്തിൽ വന്നിട്ട് വളർച്ച സംഭവിക്കാതെ ഇന്നും ശൈശവദശയിൽ തുടരുന്നവന് ബൈബിൾ വിളിക്കുന്ന പേരാണ് ജഡികൻ. നിങ്ങളോട് എനിക്ക് ആത്മീകരോടെന്ന പോലെയല്ല, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ, ജഡീകന്മാരോടെന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പൊ ജഡീകൻ ആരാ? ക്രിസ്തുവിൽ ശിശു. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഈ ജഡീകൻ എന്ന് പറയുമ്പം ചിലപ്പോൾ നല്ല മനുഷ്യനായിരിക്കാം, പക്ഷേ ക്രിസ്തുവിൽ വളർച്ച സംഭവിക്കാഞ്ഞതിനാൽ ഇപ്പോഴും ആരാണ്? ശിശുവാ. അപ്പം നല്ല മനുഷ്യനാ, പക്ഷെ വളർച്ച ഇല്ലാത്തതിനാൽ ശിശുവാ. ഇങ്ങനെയുള്ളവനെ ബൈബിൾ വിളിക്കുന്ന പേരെന്തുവാ? ജഡീകൻ. മനസ്സിലാകുന്നുണ്ടോ? രണ്ടാം വാക്യത്തിൽ ഭക്ഷണമല്ല പാലത്രേ തന്നത്. ആ, അന്നും കഴിവില്ലായിരുന്നു, ഇപ്പോഴും ഇല്ല. ഭക്ഷണം വേണ്ട, ഏത് മതി? പാല് മതി. സ്വതന്ത്രം. കട്ടിയുള്ള ദൂതൊക്കെ പറയുമ്പോൾ ഇരുന്നങ്ങ് ഉറങ്ങും. എന്നാൽ ദാവീദ് തോട്ടിലിറങ്ങി 5 കല്ലെടുത്ത് ഒരെണ്ണം കവിണിയിൽ വെച്ച എന്നൊക്കെ അങ്ങോട്ട് പ്രസംഗിക്കുമ്പോഴത്തേന് എന്നാ സന്തോഷം എന്നറിയോ? ഇരുന്ന് കൈയടിച്ചങ്ങ് തുള്ളി. പാല് മതി, കട്ടിയുള്ളതൊന്നും വേണ്ട. ഇങ്ങനെയുള്ള പുള്ളികളുടെ പേരെന്തുവാ? ജഡീകന്മാർ. ക്രിസ്തുവിൽ ശിശുക്കൾ. ആദ്യ പാഠങ്ങൾ മാത്രം മതി, അതിനപ്പുറത്തെ ജീവിതത്തെ പണിയുന്ന കട്ടിയുള്ളതൊന്നും വേണ്ട. അങ്ങനെയുള്ളവരുടെ പേരാണ്. അപ്പൊ ജഡീകൻ എവിടാ? സഭയില്ല. ഇവര് വഴക്കാളികളൊന്നുമല്ല, കള്ളു കുടിക്കത്തുമില്ല, വെടി വലിക്കത്തുമില്ല, ഒരു കുഴപ്പമില്ല, നല്ല മനുഷ്യരാ, പക്ഷെ വളർച്ചയില്ല. ഹലോ, ഇവരുടെ പേരാണ് ജഡീകൻ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് 6 വയസ്സുള്ളൊരു മോനുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. ഇളയാളുടെ കാര്യം പറയുന്നത്. അവൻ എന്നെ പോലെ ആകണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം ഭക്ഷണം കഴിക്കുന്ന കാര്യം, മോനെ ചോറ് കഴിക്കാം എന്ന് പറയുമ്പോഴത്തേക്ക് തലവേദന വരുന്നു, വയറുവേദന വരുന്നു, മുട്ടുവേദന വരുന്നു, പിന്നെ അങ്ങ് ക്ഷീണം, ഉറക്കം വരുന്നു. കഴിക്കാനുള്ള ഇഷ്ടക്കേടാണ്. എന്നാ പറയാം, മോനെ ഇവിടെ വലുതാകണ്ടേ, പപ്പായെ പോലെയൊക്കെ ആവണ്ടേ എന്ന് പറയുമ്പോഴത്തേനൊരു ഉത്സാഹമൊക്കെയാണ്. അപ്പോൾ ഒന്ന് കഴിക്കും, പിന്നെയും തതയുക. ഇതുപോലെയാണ് പല പുള്ളികളും. ഇങ്ങനെ അങ്ങോട്ട് പഴുപ്പിച്ച് പറഞ്ഞ് അങ്ങ് മേളിൽ കയറി കഴിയുമ്പോൾ അന്നത്തേക്കൊരു സന്തോഷമൊക്കെ ആണേലും പിറ്റേ ആഴ്ച വന്നപ്പോൾ ഇവരെ പുഷ് ചെയ്യാൻ ആള് വേണം. ശിശുവാ. ഈ പുള്ളിയുടെ പേരെന്തുവാ? ജഡീകൻ. അപ്പോ നിങ്ങൾ എന്തിക്കും? പ്രാകൃതനും സഭയ്ക്കകത്താന്ന് പാസ്റ്റർ പറഞ്ഞതോ? അതേന്ന്. 4 വാക്യം വായിച്ചേ. പറയുമ്പോ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അതിനകത്ത് പ്രാകൃതനെന്ന് എഴുതിയിട്ടുണ്ടോ മാമേ? ഇല്ലല്ലോ, ഇല്ല. ആൻറ്റി, അത് ഇംഗ്ലീഷ് ബൈബിളാണോ? അതിനകത്തൊന്ന് വായിച്ച് 4 വാക്യം. Are you not carnal? Are you not carnal? Carnal എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവാ? പ്രാകൃതൻ. മലയാളം ബൈബിൾ എന്തോ എഴുതിയിരിക്കുന്നേ? പറ. നിങ്ങൾ സാധാരണക്കാരല്ലയോ? സാധാരണക്കാരെന്നുള്ളത് ഇംഗ്ലീഷിൽ വന്നപ്പോ എന്തോ ആയി? പ്രാകൃതനായി. അപ്പോ നിങ്ങളുടെ ഇടയിൽ, ഒന്നുകൂടെ വായിച്ചാൽ മലയാളത്തിൽ 4 വാക്യം. പറയുമ്പോ നിങ്ങൾ സാധാരണ മനുഷ്യർ, നിങ്ങൾ പ്രാകൃതന്മാരല്ലയോ? വിഭാഗീയത ഉണ്ടാക്കുന്നവൻ ആരാ? ഉപദേശിക്കെതിരെ സ്വതന്ത്രം. എൻ്റെ പൊന്നു പാസ്റ്റർ എന്നെ 1, 2, 10, 30 സെക്കൻഡിലേ വിളിച്ചിട്ടുള്ളൂ.
സ്തോത്രം. ഇനി നാളെ പാമ്പ് പിടിച്ച ദൈവദാസനെതിരെ തിരിഞ്ഞേക്കരുത്, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആമേൻ. അങ്ങനെ പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കുന്ന ആളുമല്ല. സ്തോത്രം. കർത്താവിൻ്റെ ദാസന്മാർക്കെതിരെ അത് ഇപ്പോഴത്തെ അല്ല, മുമ്പിലിരുന്നതായാലും ഇനി നാളുകളിൽ വരാനിരിക്കുന്നതായാലും കർത്താവിൻ്റെ ദാസനെതിരെ കുടുംബത്തിനകത്ത് കൂടിയിരുന്ന് 4 പേര് പക്ഷം പിടിക്കുമ്പോൾ, അങ്ങനെ പക്ഷം പിടിക്കുന്നവരെ ബൈബിൾ മുഖപക്ഷം കൂടാതെ വിളിക്കുന്ന പേരെന്തുവാ? ഒരുമിച്ച് പറ. നിന്റെ ഡൈനിങ് ടേബിള് സഭയ്ക്കെതിരെ കമ്മിറ്റി കൂടാനും കമ്മിറ്റിക്കെതിരെ കമ്മിറ്റി കൂടാനും അല്ല. നിന്റെ ഡൈനിങ് ടേബിൾ ഇപ്പോൾ കർത്താവ് വല്ലതും തന്നിട്ടുണ്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ചുമ്മാ കട്ടൻ കാപ്പിയും പരിപ്പുവടയും ചിലവാക്കല്ലേ. സ്വോത്രം. അപ്പൊ വിഭാഗീയത ഉണ്ടാക്കുന്നവൻ ആരാ? പ്രാകൃതൻ. ഇതൊക്കെ ഇവിടെ കാണിക്കേണ്ടതാ. എന്തോ ചെയ്യാനാ? സ്വോത്രം. ഇതൊന്നും ഓണാക്കി വെക്കരുത്. കർത്താവ് ഇതൊക്കെ തന്നിരിക്കുന്ന സിനിമ കാണാനൊന്നുമല്ല, ഞായറാഴ്ച 4 പാട്ട് കാണിക്കാൻ വേണ്ടിയില്ല, ഇങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. സ്വോത്രം. എന്നാലല്ലേ ആളുകൾക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. ആമേൻ. ശബ്ദം ഉയർത്തി രാമേൻ പറഞ്ഞേരെ. അപ്പൊ വിഭാഗീയത ഉണ്ടാക്കുന്നവന്റെ പേരെന്തുവാ? അപ്പൊ പ്രാകൃതൻ എവിടാ? അത് മാത്രമല്ല, സഭയ്ക്കകത്ത് വരികയും കള്ളു കുടിക്കുകയും കഞ്ചാവ് പിടിക്കുകയും സിനിമ കാണാൻ ഇടയ്ക്കിടയ്ക്ക് തിയേറ്ററിൽ പോകുകയും. ഇപ്പം നമ്മൾ പിന്നെ തിയേറ്ററിലൊന്നും പോകത്തില്ലല്ലോ, വീട്ടിലുള്ളത് കൊണ്ട് തിയേറ്ററിൽ പോകുന്നത് എന്തിനാ? സ്വോത്രം. ഈ പണിയെല്ലാം ചെയ്യുന്നവന്റെ പേരെന്തുവാ? പ്രാകൃതൻ. ഹലോ, പലരും രാത്രി പ്രാർത്ഥനയ്ക്ക് വരത്തില്ല, സീരിയലിന്റെ ആളുകളാ. സ്ത്രീ ജന്മം, പുണ്യം ജന്മം, നിന്റെ ജന്മം, പാഴ് ജന്മം, ഇത് കാണാൻ കൂട്ടായ്മ മുടക്കി വീട്ടിലിരിക്കുക. ട്രെൻഡ് എന്ന് പറഞ്ഞില്ലേ, ട്രെൻഡ്, ലോകത്തിന്റെ ആത്മാവ്. ഇങ്ങനെ സീരിയലുകളുടെ ഭ്രമത്തിന്റെ അകത്ത് കയറി കുടുംബ പ്രാർത്ഥനകളും കൂട്ടായ്മയും മുടക്കി ഇരിക്കുന്ന സകല പുള്ളികളുടെയും മേൽ വ്യാപരിക്കുന്ന ട്രെൻഡാ. ഒന്നുകൂടെ പറഞ്ഞ ലോകത്തിന്റെ ആത്മാവ്. സ്വോത്രം. ഇതങ്ങോട്ട് കൊണ്ടു നിർത്തുന്നത് അവൻ അവളെ കൊന്നോ കൊന്നില്ലയോ നാളെ കാണുക. അപ്പൊ അമ്മ ആകപ്പാടെ അച്ഛനിപ്പോ ചോറും വെച്ച് കൊടുക്കുന്നില്ല, കാപ്പിയുമില്ല, നാളെ കാണാം. ഭർത്താവേ അവളെ കൊന്നോ കൊന്നില്ലയോ, കൊല്ലല്ലേ കൊല്ലല്ലേ, ഞാൻ 3 ദിവസം ശ്വസിച്ചേക്കാന്നൊക്കെ പറഞ്ഞ് വേണേ ഇരുന്നുകളെ. ട്രെൻഡ്. അപ്പൊ വിഭാഗീയത ഉണ്ടാക്കുന്നവൻ പ്രാകൃതൻ. നാളെ ഇനി ഫേസ്ബുക്കിലൊക്കെ എടുത്ത് ഇട്ടേര് കേട്ടോ. രുചി ശാസ്ത്രം കൊണ്ട് സഭയ്ക്കകത്ത് കയറ്റിയേക്കരുത്, കയറിയാൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും, ചിലപ്പോൾ നന്നായി പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് മേലാ കയറ്റരുതെന്നൊക്കെ പറഞ്ഞ് എടുത്തിട്ടേക്കണം. അമ്മേൻ. ഗ്ലോറി. സ്വതന്ത്രം. വിഭാഗീയത സഭയ്ക്കകത്തുണ്ടാക്കുന്നവൻ പ്രാകൃതൻ. ഞാൻ ഒരു കാര്യം പറയാം, ആത്മീകന് ജഡീകനും ആകാം, പ്രാകൃതനും ആകാം. അതെങ്ങനെ? ആത്മീകൻ എങ്ങനെ? ജഡീകൻ സഭയ്ക്കകത്തുണ്ട്, പ്രാകൃതനും സഭയ്ക്കകത്തുണ്ട്. ആത്മീകന് വേണമെങ്കിൽ ഇത് രണ്ടും ആകാം. ഏതാ? ജഡീകനും ആകാം, പ്രമോഷൻ അല്ല, ഡീ പ്രമോഷനാ. ഭയങ്കര ആത്മീകനാ. ഈ ആത്മീകൻ ജഡീകനാകുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ 3-ാം വാക്യം വായിച്ചേ. അച്ഛൻ ഭയങ്കര ആത്മീകനായിരുന്നു കേട്ടോ. സ്തോത്രം. പക്ഷെ ഈർഷ്യം പിണക്കം കയറിയപ്പോ ആരായിപ്പോയി? അപ്പൊ പിണങ്ങാതെ ജീവിക്കാൻ പറ്റുമോ പാസ്റ്ററെ? പിണങ്ങാതൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. നമ്മളാരും ദൂതന്മാരൊന്നുമില്ല, നമ്മൾ മനുഷ്യരാ. അമേൻ. എൻ്റെ ആശയങ്ങളിൽ ചിലത് പാസ്റ്റർക്ക് ഇഷ്ടപ്പെടത്തില്ല, പാസ്റ്റർ ആശയം ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അതിന് സ്തോത്രം. അങ്ങനെ ഒന്ന് പിണങ്ങുന്നത് കൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. പക്ഷെ ബൈബിൾ പറയുന്നത് സൂര്യൻ അസ്തമിക്കുവോളം. അമ്മാവിയമ്മയോട് മിണ്ടിട്ട് 6 വർഷമായി, ഭയങ്കര ഉപവാസം, അന്യഭാഷയാ. വേറെ പണി വല്ലതും പോയി നോക്കി, ചുമ്മാ ഇരുന്ന് പട്ടിണി ഇരിക്കാതെ. മരുമോളെ വീട്ടിൽ കയറ്റത്തില്ല, പക്ഷേ അങ്ങ് ഭയങ്കര കൊട്ടും പാട്ടും ഒക്കെയാ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കം ഇരിക്കാൻ നിങ്ങൾ ആരാ? ജഡീകന്മാർ. ആത്മീയനായിരുന്നു, പക്ഷെ ഈർഷ്യയും പിണക്കവും കേറിയപ്പോ ഹലോ ജഡീകനായി പോയി. അന്നും അന്യഭാഷയുണ്ട്, ഇന്നും അന്യഭാഷയുണ്ട്. അന്യഭാഷ പോകാത്തത് കൊണ്ട് ആത്മീയതയിൽ നിന്നും ജഡീകതയിലേക്ക് തരം താഴ്ത്തപ്പെട്ടത് അമ്മാമ്മ അറിഞ്ഞില്ല. ഇത് സ്വർഗത്തിൽ നടന്നതാ. എൻ്റെ ബൈബിൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ? നിങ്ങളുടെ ബൈബിൾ അമ്മാമ്മേ ഞാൻ തന്ന ബൈബിളൊന്നും അല്ലല്ലോ. അമ്മാമ്മ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ബൈബിളല്ലയോ? അതിനകത്ത് ഇങ്ങനെ തന്നെ അല്ലയോ? അല്ല,
ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ബൈബിൾ വല്ലതും ആണോന്ന് അറിയാൻ വേണ്ടിയാ. സ്തോത്രം. ആത്മീകന് ജഡീകനാകാം, ഈർഷ്യയും പിണക്കവും കേറിയാൽ മതി. ഇനി അവൻ എങ്ങനെ പ്രാകൃതനാകുന്നേ? ആത്മീകനായിരുന്നേ, ഈർഷ്യയും പിണക്കവും കയറിയപ്പോ ജഡീകനായി. ഇവൻ സഭയെന്ന് പിണങ്ങി ഇറങ്ങിപ്പോയി സഭയ്ക്കകത്തൊരു പക്ഷം കൂടെ ഉണ്ടാക്കിയപ്പോ ആരായി? പ്രാകൃതനായി. ആരായിരുന്നു? അതുകൊണ്ടാ പണ്ട് പാട്ടുകാർ, നക്ഷത്രങ്ങൾ പോലീ ലോകെ ശോഭിച്ചോരിൽ ചിലരെ കാണുന്നില്ലേ ഞാൻ ഈ ലോകെ ശുദ്ധർ കൂട്ടത്തിൽ. എവിടെ ആയിരുന്നു? നക്ഷത്രങ്ങളെ പോലെ ആയിരുന്നു. പക്ഷെ ഇപ്പോ അങ്ങനെ ശോഭിച്ച പല പുള്ളികളെയും ശുദ്ധർ കൂട്ടത്തിൽ കാണുന്നില്ല. ഹലോ, സ്തോത്രം. മറ്റൊരു പാട്ട്, എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ കാണുന്നു ഞാൻ അസ്ഥികൂടങ്ങൾ ഭീകരം വീരപുമാൻകളിൽ വീണവരിൽ യാഹേ. എന്നിലും ഭക്തൻ എന്നിലും ശക്തൻ വീണ് തകർന്ന പോർക്കളം കാണുന്നു ഞാൻ അസ്ഥികൂടങ്ങൾ ഭീകരം വീരഭൂമാൻകളിൽ വീണെന്നത്. ആത്മീകരായിരുന്നു, നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ചവരാ. പക്ഷേ ഈർഷ്യയും പിണക്കവും കയറിയപ്പോൾ അവർ ജഡീകത്വത്തിലേക്ക് തരം താഴ്ത്തപ്പെട്ടു. ഈർഷ്യയും പിണക്കവും കയറിയവന്റെ, ജഡീകനായി തീർന്നവന്റെ അകത്തേക്ക് വിഭാഗീയത കൂടെ കയറിയപ്പോ അവൻ പ്രാകൃതനായി തരം താഴ്ത്തി. ഇന്ന് പകലിൽ എന്റെ ചോദ്യം, നീ ഏത് പക്ഷത്താ? ജഡീകതയിലോ പ്രാകൃതയിലോ അതോ ആത്മീകതയിലോ? ജീസസ്. പ്രാകൃത മനുഷ്യന്റെ പ്രത്യേകത ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുകയില്ല. അത് ആത്മീകമായി വിവേചിക്കേണ്ടതായാൽ അവൻ അതിനെ ഗ്രഹിക്കാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങളെ, സ്തോത്രം, എൻ്റെ ഹൃദയം വാടിപ്പോയ ഒരു സന്ദർഭമുണ്ട്. ആമേൻ, സ്തോത്രം. ഈ ഇടയ്ക്ക് ഒരു ആത്മപകർച്ചയ്ക്ക് അടിയിൽ, സ്തോത്രം, ഒരുത്തനൊരു കമൻറ്റ് കൊടുത്തിരിക്കുക. സ്തോത്രം. അതിന് ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് കൊടുത്തിരിക്കുക. സ്തോത്രം. അവരുടെ കയ്യിൽ വല്ല ഇരുമ്പ് വല്ലോ എടുത്തു കൊടുക്കാൻ. മനസ്സിലായില്ലല്ലേ? മനസ്സിലായില്ലല്ലേ? എന്തോ ആത്മനിറവിന് കൊടുത്ത പേരെന്തോ? അവൻ ജന്നി ബാധിച്ചെന്ന്. അവനിത് മനസ്സിലാകത്തില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച്, ഞാൻ ദൈവത്തെയും പരിമിതപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നില്ല, ദൈവശക്തിയെയും പരിമിതപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ ദൈവം ആരാ? ഉള്ളം കൈകൊണ്ട് വെള്ളത്തെ അളന്നവൻ. കൈ ഒന്ന് പിടിച്ചു വയ്ക്കേ, ഒന്ന് പിടിച്ചു വയ്ക്കേ. എത്ര ഗ്രാം എണ്ണ ഉള്ളു ഈ കൈക്കകത്ത്? എത്ര ഗ്രാം കൊള്ളും? മാക്സിമം ഒരു 20 ഗ്രാം എണ്ണ ഉള്ളൂ. പക്ഷെ എൻ്റെ ദൈവം എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് സമുദ്രത്തിൻ്റെ തീരത്ത് ചെന്നിരുന്നേ, ആമേൻ, അവൻ അങ്ങോട്ട് വെള്ളം കോരിയപ്പോൾ 1 കോരി 2 കോരി 3 കോരിയപ്പോൾ സമുദ്രത്തിലെ വെള്ളം അങ്ങ് തീർന്നു. ഉള്ളം കൈ കൊണ്ട് വെള്ളത്തെ അളക്കുന്ന, ചാണുകൊണ്ട് ആകാശത്തിന് പരിമാണമെടുക്കുന്ന, ഭൂമിയുടെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്ന, പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ട്, കുന്നുകളെ തുലാസ് കൊണ്ട് തൂക്കുന്ന, ആമേൻ, കാറ്റുകളെ തൻ്റെ മുഷ്ടിക്കകത്ത് അടക്കുന്ന, ഗർഭത്തിൽ നിന്ന് എന്നതുപോലെ സമുദ്രത്തെ ചാടി പുറപ്പെടുവിക്കുന്ന, സ്വർഗത്തിൽ കയറുന്ന, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത, ആദിയും അന്തവും, ആമേൻ, ആദിയും അന്തവും, ആൽഫയും ഒമേഗയുമാകുന്ന, ആമേൻ, 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 രാജാതിരാജാവും കർത്താതി കർത്താവും, ഇടയനും ഇടയശ്രേഷ്ഠനും ഇമ്മാനുവേലും, ഇരുന്നവനും ഇരിക്കുന്നവനും, ഉദയവും ഉദയ നക്ഷത്രവും, കർത്താവ് കർത്താതി കർത്താവ്, ഒടുക്കത്തെ ആദാം, രാജാതി രാജാവും, സർവശക്തനും സർവജ്ഞാനിയും സർവസമീപസ്ഥനും മാറ്റമില്ലാത്തവനും നിത്യനുമായി ആമേൻ നിൽക്കുന്ന ദൈവം, ഈ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഓ ജീസസ്. നമ്മൾ പണ്ട് കൺവെൻഷൻ വേദികളിൽ പാടുന്ന ഒരു പാട്ടുണ്ടായിരുന്നു, കണ്ടകല്ലും മരങ്ങളും കൊണ്ടു പല രൂപം തീർത്തു, കൊണ്ടുവച്ചിടത്തിരിക്കും
തുണ്ടമല്ല സത്യദൈവം. നമ്മുടെ ദൈവം കണ്ടകല്ല് മരങ്ങൾ കൊണ്ട് പല രൂപം തീർത്ത് കൊണ്ടുവച്ചിടത്തിരിക്കുന്ന കേവല തുണ്ടമല്ല ദൈവം. ഓ, ശബ്ദമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. എൻ്റെ ദൈവത്തെ പരിമിതപ്പെടുത്താൻ കഴിയത്തില്ല. സ്വർഗം സിംഹാസനം, ഭൂമി പാദപീഠം. സ്വർഗത്തിൽ ഇരിക്കുന്നവന്റെ പാദം ഭൂമിയിലാ. ആമേൻ, ആമേൻ. ഇത് ആലങ്കാരിക പ്രയോഗമാണെങ്കിലും അവൻ സ്വർഗത്തിലെ പാദം ഭൂമിയിലാ. ഇത്ര വലിയവനായ ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. അവന്റെ ആകാരം കൊണ്ട് അവൻ വലിയവനാ, അവന്റെ ജ്ഞാനം കൊണ്ട് അവൻ വലിയവനാ, അവന്റെ പ്രവർത്തികൾ കൊണ്ട് അവൻ വലിയവനാ, അവന്റെ സർവസ്വവും കൊണ്ട് അവൻ വലിയവനാ. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യനായിരുമില്ല. ആയിരങ്ങളിൽ വന്നിതൻ സുന്ദരൻ, ആരിലും ഉന്നതൻ എന്റെ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രവാചകൻ ഇടക്കിടക്ക് ചോദിക്കുന്നത്, നിനക്ക് സദൃശനായി ആരുള്ളൂ? നിനക്ക് സദൃശനായി ആരുള്ളൂ? നിന്നെ പോലെ ആരുള്ളൂ? യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായ അവനെ പോലെ ആരുമില്ല. ഈ ദൈവത്തെ പരിമിതപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. ആ ദൈവശക്തിയെയും പരിമിതപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. എന്ന് പറഞ്ഞാൽ 230 വാട്ട്സ് കറണ്ട് പാസ് ചെയ്യുന്ന ഈ സപ്ലൈയിൽ, സ്തോത്രം, ഇതിൻ്റെ സോക്കറ്റിനകത്ത് ഞാൻ 2 ആണി തരാം. സ്തോത്രം. അതിലോട്ട് അങ്ങോട്ട് കുത്തിയിട്ട് അതേ കയറി പിടിക്കണം. എന്നിട്ട് പറയണം, സുബോധത്തിലെ കുലുങ്ങാവും എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. നീ എങ്ങനെയാ കുലുങ്ങുന്നത് ഞങ്ങൾ തീരുമാനിക്കാം. ഹലോ, സ്തോത്രം. എടാ, ഇവിടെ 230 വാട്ട്സിന്റെ കറണ്ട് ശരീരത്തിൽ പാസ് ചെയ്താൽ, അമ്മേൻ, എങ്ങനെ എന്താ സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞങ്ങളുടെ ചർച്ചിലെ സെക്രട്ടറി, ഇലക്ട്രിസിറ്റി ബോർഡിലെ സൂപ്രണ്ടാ. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ പരിധിക്കകത്ത് സംഭവിച്ച ഒരു കാര്യം, ലൈനിൽ കയറിയിരിക്കുകയായിരുന്നു. എങ്ങനെയോ കറണ്ട് പാസ് ചെയ്തു. നിങ്ങൾക്കറിയാമോ, ഇരുന്ന ഇരിപ്പിൽ കരിഞ്ഞുപോയി. സെക്കൻഡിനകത്ത് മരണം സംഭവിച്ചു. എടാ, ഇവിടുത്തെ ഒരു ഹൈപ്പർ ടെൻഷൻ ലൈനിൽ ഇതുപോലൊരു സ്പർശനം നടന്നാൽ ഒരുവൻ ജീവനോടെ നിന്ന് കരിഞ്ഞു പോകുമെങ്കിൽ, ആമേൻ, ദൈവത്തിൻ്റെ ശക്തി ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിനാൽ ഉലകത്തെ ചമച്ച ജീസസ്. സഹോദരങ്ങളെ, ഈ ദൈവശക്തി നമ്മുടെ ഈ മൺകൂടാരത്തിൽ വെളിപ്പെട്ടാൽ എന്താ അതിന്റെ ചലനം? അതിന്റെ ശക്തി എന്താ? ഞാൻ പറയുന്നത് നമ്മളിൽ പലരും അത് അനുഭവിച്ചിട്ടില്ല. പതിനെട്ട് വാട്ട്സിന്റെ CF അല്ല കത്തുന്നത്, 40 വാട്ട്സിന്റെ ട്യൂബ, 60 വാട്ട്സിന്റെ ഫാന, 400 വാട്ട്സിന്റെ സ്പീക്കറാ, 1000 വാട്ട്സിന്റെ ബൾബാ. ഇതെല്ലാം ഒറ്റ ലൈനെന്നല്ല വരുന്നത്. CFLന് 20 മതി, ട്യൂബിന് 40 വേണം, ഫാനിന് 60 വേണം, സ്പീക്കറിന് 400 വേണം, അതിന് 1000 വേണം. ഇതെല്ലാം ഒറ്റ ലൈനെന്നല്ല എടുക്കുന്നത്. അപ്പൊ കറണ്ടിന്റെ കുഴപ്പമാണോ? പിന്നെ എടുക്കുന്നവന്റെ കപ്പാസിറ്റിയാ. നീ 3 അന്യഭാഷ പറഞ്ഞ് നിർത്താൻ കാരണം നീ CFLന്റെ ആളാ, നിനക്കത് മതി. അമ്മേ, CFLന്റെ കറണ്ട് കൊണ്ടുവന്ന് സ്പീക്കറെ കൊടുത്താൽ അതിന്റെ പുറകിലിരിക്കുന്ന ലൈറ്റ് പോലും കത്തുകയില്ല. മനസ്സിലാകുന്നുണ്ടോ? എടാ, ഇത് ഒറ്റ പവറാ. പക്ഷേ നീ അതിനെ സ്വീകരിക്കുന്നതനുസരിച്ച് ഇത് പാസ് ചെയ്യുന്നത്. ആകാശത്തെ അടയ്ക്കാൻ പ്രവാചകന്മാർ ഒരുപാടുണ്ടായിട്ട് അങ്ങനെ ഒരു അതോറിറ്റിയെ സ്വീകരിക്കാൻ ഏലിയാവെന്ന് പറഞ്ഞ ഒറ്റ പ്രവാചകനെ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് മനുഷ്യർ ഉലക ചരിത്രത്തിൽ ഉണ്ടായിട്ടും തീക്കൽപ്പാറയിൽ വടി നീട്ടി ധൈര്യത്തോടെ വെള്ളം പുറപ്പെടത്തക്ക വിധത്തിൽ അടിക്കാൻ ഒരൊറ്റ മോശം ഉണ്ടായുള്ളൂ. ദൈവശക്തിയെ അവരവർക്ക് കിട്ടിയ വെളിപ്പാടിൽ ഓപ്പറേറ്റ് ചെയ്ത് ഉപയോഗിക്കുക, പക്ഷെ പരിമിതപ്പെടുത്തരുത്. നിനക്ക് CFLന്റെ കറണ്ട്
ഇതൊന്നും പോലെ LED എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിന് കറണ്ടേ വേണ്ട, ചുമ്മാ മുട്ടിച്ചാൽ മതി, ചുമ്മാ ഇരുന്ന് കത്തിക്കോളും. സ്തോത്രം. നിനക്ക് LED, നീ LED-യുടെ ആളാ, നീ CFL-ൻ്റെ ആളാ, നീ ട്യൂബിൻ്റെ ആളാ, നീ ഫാനിൻ്റെ ആളാ, നീ സ്പീക്കറിൻ്റെ ആളാന്നും പറഞ്ഞ് 1600 വാട്ട്സിൻ്റെ മോട്ടറെ കയറി പിടിക്കല്ല. സ്തോത്രം. ഇതെല്ലാം ഒറ്റ വീടിൻ്റെ ലൈനേ എന്നായി പോന്നേ അല്ലേ? ഇതുപോലെ തന്നെ ദൈവശക്തി. ആമേൻ. അവനവന് അളവ് പങ്കിട്ടതുപോലെ. എങ്ങനെ? അവനവന് അളവ്. എനിക്ക് ഇച്ചിരി കിട്ടിയുള്ളൂ, അതുകൊണ്ട് ഒത്തിരി കിട്ടിയവനെ ഞാൻ കുറ്റം പറഞ്ഞിട്ട് എന്ത് കൊടുക്കാനാ? പ്ലീസ്, നീ പരിമിതപ്പെടുത്തുന്ന, നീ എതിര് പറയുന്നത് ഒരു പാസ്റ്റർക്കെതിരെ ആയിരിക്കും, പക്ഷെ അവനെ ആ നിലയിൽ നിർത്തുന്നത് ദൈവകൃപയാണ്, ദൈവശക്തിയാണ്. നീ പ്രത്യക്ഷമായ ഒരു മനുഷ്യനോടാണ് പോരാടുന്നതെങ്കിലും പരോക്ഷമായി നീ ദൈവത്തോടാണ് അടരാടുന്നത്. അതുകൊണ്ട് ദൈവശക്തിയെയും ആത്മാവിനെയും ആത്മതലനങ്ങളെ ചോദ്യം ചെയ്യുന്നത് അവസാനിപ്പിക്കുക. ഹല്ലേലൂയ. ഞാൻ ദൈവാത്മാവിനെ പരിമിതപ്പെടുത്തുകയല്ല. സ്തോത്രം. ദൈവശക്തിയെ പരിമിതപ്പെടുത്തുകയല്ല. ദൈവത്തെ പരിമിതപ്പെടുത്തുന്നത് എനിക്ക് സഹിക്കാൻ കഴിയത്തില്ല. കാരണം അവനൊപ്പം പറയാൻ വേറെ ആരുമില്ല. ഓ ജീസസ്. യേശുവിൻ്റെ മേൽ പർദീസയിൽ അവനെ ഉയർപ്പിച്ച ശക്തിയാണ് അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ ശക്തി വ്യാപരിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ? താഴെ കിടന്ന പാതാള പർദീസയിലുള്ള ഭക്തന്മാരെ എല്ലാം പിടിച്ചുകൊണ്ട് മുകളിൽ പോയി. ഇപ്പൊ പർദീസ അങ്ങ് മുകളിലായി. യേശു പോയത് പാതാള പർദീസയിലേക്കാണ്. പക്ഷേ 14 സംവത്സരങ്ങൾക്ക് മുമ്പ് ഞാൻ ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ അറിയുന്നെന്ന് പറഞ്ഞ ആ മനുഷ്യൻ പോയത് ഉയരത്തിലുള്ള പർദീസയിലേക്കാ. താഴെ കിടന്ന പർദീസ അങ്ങ് മേളിപ്പോയി. എടാ, ഇങ്ങനെ കൊണ്ടുപോകുന്നതാ ദൈവശക്തി. ഇതിനെ കയറി പരിമിതപ്പെടുത്തരുത്. നാളിതുവരെ മാനവജാതിയിൽ വ്യാപരിച്ച മരണത്തിന്റെ തേർവാഴ്ച പഴങ്കതയാക്കിക്കൊണ്ട് ആമേൻ ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചു. ആ ശക്തിയാ നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്. ഞാൻ വേഗത്തിൽ കൺക്ലൂഡ് ചെയ്യുക. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം നാം പ്രാപിച്ചത് ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, പിന്നെ എന്തിനാ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചേ? ദൈവം നമുക്ക് നൽകിയത് അറിയുവാൻ. ദൈവം നമുക്ക് നൽകിയത് അറിയണമെങ്കിൽ എന്തോ വേണം? ദൈവത്തിൻ്റെ ആത്മാവില്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയത് അറിയാൻ കഴിയത്തില്ല. ദൈവം നമുക്ക് പ്രവചനമല്ല കേട്ടോ. ഞാനിപ്പോൾ വന്ന് ഈ അച്ചായനോടങ്ങ് പ്രവചിക്കുക, അതറിയാൻ അച്ചായന് ആത്മാവ് വേണമെന്ന് നിർബന്ധമില്ല, എനിക്ക് മതി. പ്രവചിക്കുന്നവൻ ആത്മാവ് മതി, കേൾക്കുന്നവന് ശരിയല്ലേ? പക്ഷേ ആരും പ്രവചിക്കാത്തതും ആരും പ്രസംഗിക്കാത്തതും ആരും ദർശനത്തിൽ പറയാത്തതും എന്നെ അറിയിക്കാൻ ദൈവം എനിക്ക് തന്ന സംവിധാനമാണ് ആത്മാവ്. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനം 2-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. ഏതാ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കുന്നതെന്നാണോ? ഒരുക്കാൻ പോകുന്നതെന്നാണോ? പിന്നെ അപ്പം നമ്മൾ സ്നേഹിക്കുന്നതിന് മുമ്പേ കർത്താവ് എന്ത് ചെയ്തിരിക്കുക? അത് സജിത്ത് പറയുന്ന പോലെ അല്ല കേട്ടോ. കർത്താവെല്ലാം അതല്ല സാധനം. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ദൈവം ഒരുക്കിയിട്ടുണ്ട്. സൈത്ത് പറയുന്നത് ഇനിയിപ്പം നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുമൊന്നും വേണ്ട, കർത്താവെല്ലാം ചെയ്തു കഴിഞ്ഞു. എടാ, ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. സ്തോത്രം. നീ ചെയ്യേണ്ടതും കൂടെ ചെയ്യണം. കർത്താവെല്ലാം ചെയ്തെന്നും പറഞ്ഞ് സ്തോത്രം ഇന്ന് വൈകിട്ട് ചോറുണ്ടാക്കാതെ ഇങ്ങി പോരെ, വീട്ടിൽ ചെല്ലുമ്പം പിന്നെ എന്താ സംഭവിക്കുന്നത്? ഞങ്ങളോടൊന്നും പറയുന്നു വേണ്ട, തന്നെ സഹിച്ചോ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ ചെയ്യണം. കർത്താവ് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ വായിക്കുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് പറ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ അവിടെ നിന്നും നമുക്കായിട്ടുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുക്കി വെച്ചിട്ടുണ്ട്. ഓ, അത് ഇതുവരെ നമ്മൾ അറിഞ്ഞതൊന്നും അല്ല കേട്ടോ. ഞാൻ സാധാരണ പറയുന്നത് പാസ്റ്ററെ, സ്തോത്രം, നമ്മളെക്കുറിച്ചുള്ള ഏറ്റവും സൂപ്പർ പ്രോമിസുകൾ ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല. എല്ലാവരും ഉണ്ടോ? നമ്മളെക്കുറിച്ചുള്ള ഏറ്റവും നല്ല വാഗ്ദത്തങ്ങൾ ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല, കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പറയാം, അല്പത്തിൽ വിശ്വസ്തനെ. അപ്പോ യജമാനന്റെ കയ്യിൽ അധികം ഇല്ലേ? ഉണ്ട്. പക്ഷെ അവിടുന്ന് ആദ്യം കൊടുക്കുന്നത് എന്തുമായിരിക്കും?
എടാ, നിനക്ക് അല്പം തരുമ്പോ അത് മാത്രമല്ല നിനക്ക് തരുന്നേ, അതിൻ്റെ അപ്പുറത്തൊരു അധികമുണ്ട്. പക്ഷെ അത് വെളിപ്പെടുത്തത്തില്ല. അത് വെളിപ്പെടുന്നത് എപ്പോഴാണെന്നറിയോ? അല്പത്തിലെ വിശ്വസ്തത വെളിപ്പെടുമ്പോഴാണ് അതിൻ്റെ അപ്പുറത്തെ അധികം വെളിപ്പെടുന്നത്. ഞാൻ ഈ താലന്തുകളുടെ കാര്യം പറയുമ്പോഴാണ് അത് പറയുന്നത്. താലന്തുകളെ കുറിച്ച് പഠിച്ചപ്പം, സ്തോത്രം, താലന്തുകളുടെ ഉപമയിൽ ഒരു താലന്ത് എന്ന് പറയുന്നത് 13,40,000 രൂപയുടെ മൂല്യം. അപ്പൊ 5 താലന്ത് എന്ന് പറഞ്ഞാൽ 40,000 പോട്ട് 13 ലക്ഷം കൂട്ടിക്കും. 5 താലന്ത് എന്ന് പറഞ്ഞാൽ 13 ഗുണം 5 എത്രയായി? 65 ലക്ഷം. 65 ലക്ഷം രൂപയുടെ മൂല്യമാണ് 5 താലന്ത്. അതെടുത്ത് ഈ ബാല്യക്കാരനിലോട്ട് കൊടുത്തേ. അവൻ 65 കൂടെ നേടി. 65 + 65 എത്ര? 1,30,00,000. അതുകൊണ്ടൊന്ന് ഇവൻ യജമാനന്റെ കാൽക്കലോട്ട് വെച്ചപ്പോൾ യജമാനൻ പറയാം, അല്പത്തിൽ വിശ്വസ്തനെ. എത്ര അല്പം? 1,30,00,000 അല്പം. എന്നിട്ട് പറയാ, നിന്നെ ഞാൻ അധികത്തിൽ വിചാരകനാക്കാം. എടാ, 1,30,00,000 ഈ യജമാനൻ അല്പമാണെങ്കിൽ ഈ യജമാനന്റെ അധികം എത്ര ആയിരിക്കും? ഒരു കാര്യം ഞാൻ പറയാം, ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്തതും ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്തതും ഇതുവരെ ആരും പോയിട്ടില്ലാത്തതുമായ പല പദ്ധതികളും ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുകയാണ്. അതിനെ തിരിച്ചറിയാൻ അവൻ്റെ ആത്മാവ് നിന്റെ അകത്ത് വ്യാപരിക്കണം. ഓ റബബ, ദൈവദാസന്മാരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കാം. സ്തോത്രം. ആമേൻ. ഈ 70-30 വീതിയുള്ള ഒരു ഹോളിനകത്ത് ആമേൻ 120 വിശ്വാസങ്ങളും കൊണ്ട് എന്നും ഇരിക്കുമെന്ന് ചിന്തിക്കരുത്. ഇതിനപ്പുറത്ത് നിനക്ക് ശുശ്രൂഷയുണ്ട്, ഇതിനപ്പുറത്ത് നിനക്ക് യാത്രകളുണ്ട്. ആമേൻ. 30-40 ഹോളിനകത്ത് ഒതുങ്ങാനുള്ളവനല്ല നീ. ഇതിനപ്പുറത്ത് നിനക്ക് ശുശ്രൂഷയുണ്ട്, ഇതിനപ്പുറത്ത് നിനക്ക് യാത്രയുണ്ട്. ദൈവം ഒരുക്കി വെച്ചിരിക്കുക. അതിനെ കയറി തിരിച്ചറിയാൻ ബ്രദറെ, ആദ്യം കർത്താവ് എപ്പോഴും അല്പമേ തരൂ. വിശ്വസ്തത തെളിയിക്കുമ്പോഴാണ് അധികം അധികം അധികം. ഇനിയും നിനക്കായി അധികമായിട്ടുള്ളത് വെളിപ്പെടുവാനുണ്ട് എന്നുള്ള ബോധ്യം പോലും നിന്റെ അകത്ത് നിക്ഷേപിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഓ ജീസസ്. ഞാൻ ആ ഭാഗം പറഞ്ഞ് വേഗം അവസാനിപ്പിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചേ. ആമേൻ. യാക്കോബിനോട് ഒരിക്കലെങ്കിലും ദൈവം പറഞ്ഞോ, യാബോക്കിൽ മല്ല് പിടിച്ചാൽ നിന്നെ ഇസ്രയേൽ ആക്കാമെന്ന്? പക്ഷെ യാക്കോബിനെ ഇസ്രയേൽ ആക്കുക എന്നുള്ളത് ദൈവത്തിന്റെ മുൻകാല പദ്ധതി ആയിരുന്നോ? അല്ലായിരുന്നോ? പക്ഷെ ദൈവം അത് വെളിപ്പെടുത്തിയോ? അതെപ്പോഴാ വെളിപ്പെടുത്തിയേ? മല്ല് പിടിച്ചപ്പോ അല്ലേ? മല്ല് പിടിച്ചില്ലായിരുന്നല്ലോ. യാക്കോബ് യാക്കോബായിട്ട് മരിച്ചാൽ ഇസ്രായേൽ ആകത്തില്ലായിരുന്നു. ഓ, ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ ചിലരെ നോക്കി പ്രവചിക്കാം. നീ ഒന്നും മല്ല് പിടിക്കാൻ ഈ 11ാമത്തെ പകലിൽ ഒന്ന് തയ്യാറായാൽ യാക്കോബ് എന്ന തലത്തിൽ നിന്ന് ഇസ്രായേൽ എന്ന തലത്തിലേക്ക് നിനക്കൊരു പ്രമോഷൻ ഉണ്ട്. അല്ല, നിനക്ക് യാക്കോബായിട്ട് വേണേ പോയി മരിക്കാം. ഇവിടം കൊണ്ട് ഞാൻ മരിക്കത്തില്ലെന്നും ഇതിനപ്പുറത്ത് ഇസ്രയേൽ എന്ന ഒരു പദവി എനിക്ക് ഒരുക്കിയിട്ടുണ്ടെന്നുമുള്ള വെളിപ്പാട് നിന്റെ അകത്ത് ലഭ്യമാകുന്നത് ആത്മാവ് നിന്റെ അകത്ത് ചലിക്കുമ്പോഴാ. ഓ സഹോദരങ്ങൾ, ഇത് ഒരിക്കലും ദൈവം വെളിപ്പെടുത്തത്തില്ല. ഏത് മോനെ, യാക്കോബിനെ പോലെ സ്വപ്നം കണ്ടിട്ടുള്ളത് ആരാ? ഒരു രാത്രിയിലെ ഉറക്കത്തിൽ കണ്ട ഒരു സ്വപ്നം സ്വർഗത്തോളം എത്തുന്ന, ഭൂമിയോളം എത്തുന്ന ഗോവേണിയാണോ? ഭൂമിയോളം എത്തുന്ന ഗോവേണിയാണെങ്കിൽ ഗോവേണി എവിടെ ആയിരുന്നു? മേളിലായിരുന്നു. ഇപ്പൊ സ്വർഗത്തോളം എത്തുന്ന, അപ്പൊ ഗോവേണി എവിടെ? താഴെയാ. അടുത്തത്, ദൂതന്മാർ ഇറങ്ങുകയും കയറുകയാണോ? ഇറങ്ങുകയും കയറുകയായിരുന്നെങ്കിൽ ദൂതൻ എവിടെ ആയിരുന്നു? സ്വർഗത്തിലായിരുന്നു. ഇപ്പൊ എന്താ ചെയ്തേ? അപ്പൊ ദൂതൻ എവിടാ?
എന്നെ വെളിപ്പാടാണെന്നറിയാം. അതിനകത്ത് വേറെ ചില സംഭവങ്ങളുണ്ട്, അത് പറയാൻ നമുക്ക് നേരമില്ല. ആമേൻ. എന്നെ സ്വപ്നമോ, വേറെ സ്വപ്നം കണ്ടത്, ഒരു രാത്രി കിടന്നുറങ്ങിയപ്പോൾ പുള്ളി കാണുക, സ്തോത്രം, തനിക്കുള്ള ആടുകളെല്ലാം പുള്ളിയും വരെയുള്ളതായി മാറുന്നു. അതിന് കണ്ട സ്വപ്നം എന്താണെന്നറിയാം, ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പ് വെട്ടിക്കൊണ്ട് വന്ന് അതിൻ്റെ തൊലി ഉരിച്ച് പാത്തി കിടത്തി. സ്തോത്രം, തൻ്റെ ആടുകളെല്ലാം ബലമുള്ളവയായി. ഓ, സ്വപ്നക്കാരനല്ലേ അല്ലേ? ഈ യാക്കോബ് യാബോക്കിനെ കുറിച്ച് ഒരു സ്വപ്നം കണ്ടായിരുന്നു, കാണിച്ചോ? ദൈവം ചിലത് കാണിക്കുകയല്ല, പക്ഷെ ദൈവഹൃദയത്തിൻ്റെ അകത്ത് ദൈവം അത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ജീസസ്, ഇന്ന് പകലിൽ ആത്മാവിൽ നിനക്കതിനെ കാണാൻ കഴിയുമെങ്കിൽ ഇന്ന് നിൽക്കുന്നതിൻ്റെ 10 മടങ്ങ് ആമേൻ ശക്തിയോടുകൂടെ നീ പുറത്തു വരാൻ പോകുക. ഷാര ധന റഗധന, ഇങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് വരാനാ നിന്റെ അകത്ത് ദൈവം ആത്മാവിനെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പറയാം, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി നാം ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അതവിടുന്ന് ഒരുക്കി വെച്ചിരിക്കുകയാണ്, അതവിടുന്ന് എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. നീ ഇത് കയറി ഒന്ന് കണ്ടാ മതി. ഓ, ഇത് കാണാനാ നിന്റെ അകത്ത് ആത്മാവിനെ ദൈവം വെച്ചേക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ തലമുറയെക്കുറിച്ച് ദൈവത്തിന് ഇനിയും പദ്ധതി ഉണ്ടെന്ന് കാണാൻ, നിന്റെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിന് ഇനിയും പദ്ധതി ഉണ്ടെന്ന് കാണാൻ അവൻ്റെ ആത്മാവിനെ നിന്റെ അകത്ത് വെച്ചേക്കുകയാണെന്ന്. ആമേൻ. ഒരിക്കലെങ്കിലും മോശയോട് പറഞ്ഞോ, എൻ്റെ മഹത്വം നിന്നെ കാണിക്കാമെന്ന്? പക്ഷേ മഹത്വം കാണിക്കാൻ ദൈവത്തിന് പ്ലാൻ ഇല്ലായിരുന്നോ? എപ്പോഴാണ് കാണിച്ചേ? നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുതെന്ന് ഒന്നല്ല, തുടർമാനമായി പ്രാർത്ഥിക്കാൻ അവൻ തുടങ്ങിയപ്പോൾ കർത്താവ് പറയുക, ഞാൻ എൻ്റെ മഹത്വം നിന്നെ കാണിക്കാം. മോശെ, നിന്നെ എത്രയോ നാളുകളായിട്ട് ഈ മഹത്വം കാണിക്കണമെന്നുള്ള ആശയോടെ ദൈവം നടക്കുക എന്നറിയോ? പക്ഷെ ദൈവം ഇത് പറയത്തില്ല. നീ എന്നാണോ ചോദിക്കുന്നത് അന്ന് ദൈവം പറയും, ഞാനത് കാണിക്കാം. ഇതുപോലെ ഭയങ്കര അസാധാരണമായ പദ്ധതികൾ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി സ്വർഗം ഒരുക്കി വെച്ചിരിക്കുക. എന്നാൽ ദൈവാത്മാവിനാൽ നീ അത് കാണുമെങ്കിൽ മാത്രം നിന്റെ മുൻപിൽ സ്വർഗം അത് തുറന്നു വെക്കും. അതിന് അവിടുത്തെ ആത്മാവിനെ നമ്മുടെ മേൽ അയച്ചിരിക്കുന്നത്. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി. നാം ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. എനിക്കറിയാം, ചിലർക്കൊന്നും പിടികിട്ടിട്ടില്ല. അമ്മേ, മറ്റു ചിലർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അമ്മേ, മനസ്സിലാകാത്തവരെ മനസ്സിലാക്കി പ്രസംഗിക്കുക എന്നുള്ളത് വലിയ പാടാണ്. പക്ഷേ പ്രാപിക്കാനിരിക്കുന്ന ആർക്കൊക്കെയോ ചിലത് മനസ്സിലായിട്ടുണ്ട്. ഷാര റഗധന സന്ധന, എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസനത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. പ്രാർത്ഥിക്കേ. ലൂക്കോസിന്റെ സുവിശേഷം അവസാന ഭാഗങ്ങളിൽ വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, രാത്രികളിൽ പകൽ അവൻ ദേവാലയത്തിൽ ഉപദേശിക്കും, രാത്രികളിൽ അവൻ ഒലിവുമലയിൽ പോയി പാർക്കും. എന്താണ് ഒലിവുമല? അതാ പ്രാർത്ഥനയുടെ സംഗമ സ്ഥാനം. ജീസസ്, ഈ പകലിൽ ഒലിവുമലയിലോട്ടൊന്ന് കയറാൻ യേശു പറഞ്ഞു, പിതാവിനോട് കേട്ടതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒലിവുമലകൾ എന്താണ്? പിതാവിൽ നിന്ന് കേൾക്കാനുള്ളതാ, ആത്മാവിൽ പിതാവുമായി സംഭാഷിക്കാനുള്ളതാണ് ഒലിവുമലകൾ. ഈ പകലിൽ ചിലരുടെ ജീവിതത്തിന്റെ അകത്ത് ഒലിവുമലകൾ രൂപപ്പെടട്ടെ, ഒലിവുമലകൾ വെളിപ്പെടട്ടെ. പിതാവ് നാളുകളിൽ ചെയ്യാനിരിക്കുന്നതിനെ കാണാൻ ഉടക റഗദന ശന്തന റഗദല ആത്മനിറവിൽ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. ജീസസ്, പലരും പറഞ്ഞു നിന്റെ ശുശ്രൂഷ ഇത്രയേ ഉള്ളെന്ന്. ജീസസ്, അല്ല, അപ്പോഴും ദൈവഹൃദയത്തിനകത്ത് വലിയ പദ്ധതി കിടപ്പുണ്ട്. അതിനെ ആത്മാവിൽ കയറി കാണാൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മരിക്കാൻ പ്രിയരെ. നമ്മൾ നിത്യതയിലും പോകും, പക്ഷേ ചെയ്യേണ്ടത് ചെയ്തിട്ട് പോകാൻ കഴിയത്തില്ല. ഇന്ന് പകല് പറയും, എനിക്ക് ചെയ്യേണ്ടത് ചെയ്യണം ഡാഡി. ദൈവാത്മാവേ
ദൈവാത്മാവേ, പഠിക്കേ, ദൈവാത്മാവേ അങ്ങേ ആരാധിക്കും. എല്ലാവരും ചേർന്ന് ദൈവാത്മാവേ, 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 ദൈവാത്മാവേ അങ്ങേ. ഒരിക്കൽ കൂടെ, ദൈവാത്മാവേ, ദൈവാത്മാവേ, ഓ ദൈവാത്മാവേ അങ്ങേ ആരാധിക്കും. ജീസസ്. ദൈവത്തിൻ്റെ രഹസ്യ സ്ഥലങ്ങളിൽ കരുതി വച്ചിരിക്കുന്ന നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെ ആത്മകണ്ണുകളാൽ ദർശിക്കാൻ, പിശാച് പറയുന്ന ഭോഷ്കുകളെ പിൻകാലുകൊണ്ട് തകർത്തെറിയാൻ, നീ ആ നിലയിൽ ഇനി എന്ത് എന്ന് ചോദിച്ചു തുടങ്ങിയാൽ ദൈവത്തിന് മറച്ചു വെക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അബ്രഹാമിനോട് പറഞ്ഞത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് എൻ്റെ ദാസനോട് മറച്ചു വെക്കുമോ? അവന് മറച്ചു വെക്കാൻ കഴിയത്തില്ല. അവൻ ചെയ്യുവാനിരിക്കുന്നത് മറച്ചു വെക്കാൻ കഴിയത്തില്ല. ന്യായവിധി നടത്താൻ പോയ ദൂതന്മാരുടെ പാദം ലോത്തിന്റെ ഭവനത്തിന്റെ അകത്തേക്ക് തിരിഞ്ഞു കയറുക. ചെയ്യുവാനിരുന്നത് ഒരിടത്ത് വെളിപ്പെട്ടതാ. ഇന്ന് പകലിൽ ദൈവഹൃദയത്തിന്റെ അകത്ത് ചെയ്യുവാൻ വെച്ചിരിക്കുന്നത് വെളിപ്പെടുത്താൻ അബ്രഹാം നിന്നതുപോലെ യഹോവയുടെ സന്നിധിയിലൊന്ന് നിൽക്കാൻ കഴിവ് കാണത്തില്ല, പ്രാപ്തി കാണത്തില്ല. പക്ഷേ നിന്നെ നിയോഗിക്കുന്നതും നിന്നെ നയിക്കുന്നതും ദൈവമായതുകൊണ്ട് കഴിവും പ്രാപ്തിയൊന്നും ഒരു വിഷയമല്ല കുഞ്ഞെ. സ്കോട്ട്ലൻഡിന് എനിക്ക് തരിക, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞ ജോൺ നോക്സ് വെറും ഒരു താഴ്ന്ന സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. സെറാംപൂർ ട്രയോ എന്നും ഇപ്പോഴത്തെ സെറാംപൂർ യൂണിവേഴ്സിറ്റി എന്നും അറിയപ്പെടുന്ന സെറാംപൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് വില്യം ഗേറി. അദ്ദേഹം ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു. മറ്റു ചിലർ ആട്ടിടയന്മാരായിരുന്നു. പലരും നിരക്ഷരരായിരുന്നു. പലരും അടിമത്തത്തിലായിരുന്നു. കറുത്ത വർഗക്കാരായിരുന്നു. ദരിദ്രരായിരുന്നു. അവരെല്ലാം മഹാരഥന്മാരായി കർത്താവിന്റെ കരത്തിൽ പ്രയോജനപ്പെട്ടു. നിനക്കും സാധ്യതയുണ്ട്. ശിംശോനെ, അവസാനത്തെ മിനിറ്റിൽ നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന ചില നാളുകൾക്ക് മുമ്പേ പ്രാർത്ഥിക്കേണ്ടതായിരുന്നു. പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ നിന്നെ ഇത്രയും അവർ കളിപ്പിക്കുകയില്ലായിരുന്നു. ഇപ്പോൾ ഇതാ ഏറ്റവും അവസാനം നീ ചോദിക്കുന്നു. കുറച്ച് നാൾ മുമ്പ് നീ ചോദിക്കാഞ്ഞത് എന്താ? നീ ഒരിക്കലൂടെ അത് ചോദിക്കുമെന്ന് ദൈവം കാത്തിരിക്കുമായിരുന്നു. പക്ഷേ നീ ചോദിച്ചപ്പോഴേക്കും ഒത്തിരി വൈകി. ഗസയിൽ 3000 ഒരുമിച്ച് നിഗ്രഹിക്കാൻ വ്യാപരിച്ച ആ ദൈവശക്തി ശിംശോനെ നിന്റെ മേലൊന്ന് അയക്കാൻ കർത്താവിന് എത്ര നാളുകളായി കൊതിയായിരുന്നു. ദൈവത്തിന് വേണ്ടി നിന്ന നിന്റെ കണ്ണു കുത്തി പൊട്ടിച്ച് നിന്നെ ക്ഷേത്രത്തിന്റെ അകത്തിട്ട് കളിപ്പിച്ച്, ജീസസ്, ഇത് ദൈവത്തിന് സഹിക്കാൻ കഴിയുന്ന വിഷയമല്ല. നീ വളരെ നാള് മുമ്പേ ചോദിക്കേണ്ടിയിരുന്നു ഈ ശക്തി എൻ്റെ മേലെ നയിക്കണമെന്ന്. പക്ഷെ നിനക്കത് ബോധ്യമായത് വളരെ വൈകിയ. അതേ ക്രമത്തിൽ ഈ പകലിൽ ചിലരെ ഒരു ബോധ്യതയിലേക്ക് ആത്മാവ് നയിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് യേശാവ് ഇസഹാക്കിനോട് ചോദിച്ച ചോദ്യം പോലെയല്ല. അപ്പാ, ഇനിയൊരു അനുഗ്രഹം കൂടെ നിന്റെ പക്കൽ ഇല്ലേ? ആ അപ്പന്റെ പക്കൽ ഒരു അനുഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ.
എന്നാൽ നമ്മൾ ആരാധിക്കുന്നവന്റെ കരത്തിൽ അനുഗ്രഹങ്ങളുടെ കലവറയാ, പദ്ധതികളുടെ കലവറയാ. ഇറങ്ങുവാൻ തയ്യാറാകുന്നവന് വേണ്ടി അളക്കുവാൻ ദൂതന്മാരെ സജ്ജരാക്കി നിർത്തിയിരിക്കുക. ആമേൻ. 1000 മുഴം അളന്നു വെള്ളം നരിയാണിമോളമായി. അവിടെ നിന്നാൽ കുഞ്ഞെ നിനക്ക് അവിടെ നിൽക്കാം. എന്നാൽ വീണ്ടും നീ ഇറങ്ങാൻ തയ്യാറാകണമെങ്കിൽ നിന്റെ മുൻപിൽ നിൽക്കുന്ന ദൂതൻ അളക്കാൻ വീണ്ടും ചരടുമായി നിൽക്കുകയാ. വീണ്ടും 1000 അളന്നു വെള്ളം മുട്ടോളമായി. അവിടെ നിൽക്കരുത്, വീണ്ടും ഇറങ്ങാൻ തീരുമാനിക്കേ. ആമേൻ. വീണ്ടും 1000 അളക്കാൻ ദൂതൻ തയ്യാറാ. വെള്ളം അരയോളമാകും. അവിടം കൊണ്ട് തൃപ്തിപ്പെടരുത്, വീണ്ടും ഇറങ്ങാൻ തയ്യാറാക്. ദൂതൻ അളക്കാൻ തയ്യാറാ. ആമേൻ. വീണ്ടും 1000 അളന്നു. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത വലിയൊരു പ്രവാഹം രൂപപ്പെട്ടു. നിനക്ക് ഏത് വേണം? നരിയാണിയോളം എത്തിയ വെള്ളത്തിന്റെ അകത്തുള്ള തൃപ്തി മതിയോ? മുട്ടോളം എത്തിയ വെള്ളത്തിന്റെ തൃപ്തി മതിയോ? അരയോളം എത്തിയ വെള്ളത്തിന്റെ തൃപ്തി മതിയോ? അതോ വീണ്ടും അളക്കണമോ? ആമേൻ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത അളവിന്റെ അപ്പുറത്ത് ഇനി അളവുകൾ ഉണ്ടോ? ഉണ്ട്. ഇനിയും അളവുകളുണ്ട്. പക്ഷേ ഇനിയും അത് പറയാൻ വാക്കില്ല. നീന്തുക എന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് അത് തീർന്നു. പക്ഷേ അളവുകൾ ഇനിയുമുണ്ട്. പ്രാർത്ഥിക്കേ, പ്രാർത്ഥിക്കേ, പ്രാർത്ഥിക്കേ. ഈ പകല പ്രാർത്ഥനകൾ ഉയരട്ടെ.